വചനം എന്താണ്, വചനത്തിൻ്റെ പ്രവൃത്തി എന്താണ്, വചനത്തിൻ്റെ പ്രവൃത്തി എവിടെ എത്തുമെന്നതിനെക്കുറിച്ചൊക്കെ വേദപുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന അനേക വാക്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഓടി മറയുന്നുണ്ടെങ്കിൽ ഒരു വാക്യം നിങ്ങളെ സജീവമാക്കാൻ, കുറിവാക്യത്തിലേക്ക് വരുന്ന സന്ദേശത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളെ ബോധിപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ അനുഗ്രഹമായിരിക്കുമെന്നുള്ള വിചാരത്തോടെ ഞാനൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് നമ്മുടെ കുറിവാക്യം അല്ലെങ്കിലും വചനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് ബോധിപ്പിക്കാൻ വളരെ സുപരിചിതമായിരിക്കുന്ന വാക്യം എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വചന കേന്ദ്രീകൃതമായൊരു വാക്യമാണ്. ആ വാക്യം ഒന്ന് വായിച്ച് മനസ്സിലൊന്ന് സംഗ്രഹിച്ചതിന് ശേഷം നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം തിരുവചനത്തിലേക്ക് നമുക്ക് കടക്കാം. 4:12 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്ധിമജ്ജകളെ വരെ വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഒറ്റ വാക്യത്തിനകത്ത് വചനം എന്താണ്, വചനത്തിന് എന്ത് ചെയ്യാൻ കഴിയും, വചനം എവിടെ വരെ ചെന്ന് പ്രവർത്തിക്കുമെന്നെല്ലാം ആ ഒരൊറ്റ വാക്യത്തിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. സ്തോത്രം. ഒറ്റ വാക്യത്തിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. വാക്യത്തിൻ്റെ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്ന ഒരുപാട് വ്യാഖ്യാന ചിന്തകൾ എൻ്റെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് പറഞ്ഞിട്ടൊരു സന്ദേശം പറയാനുള്ള സാവകാശമില്ല. എങ്കിലും ഞാൻ ആ വാക്യത്തിൻ്റെ സ്തോത്രം പിന്നാമ്പുറങ്ങളിൽ നിന്നുകൊണ്ട് വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്ന വാക്കുകൾ പറയാം. സ്തോത്രം. ഈ വാക്യത്തിലേക്ക് നോക്കി അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി. അർത്ഥം ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എന്തുണ്ട് എന്ന ആ വാക്യം പറയുന്നു. വചനത്തിനകത്ത് കുറേ ആൾക്കാരുടെ കഥയല്ല. ഏദൻ തോട്ടത്തിലെ ആദമിൻ്റെയോ പഴം പറിച്ചു കൊടുത്ത പാമ്പിൻ്റെയോ ഹവ്വയുടെയോ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെയോ സാറയുടെയോ ഹാഗാറിൻ്റെയോ ദാനിയേലിൻ്റെയോ പൗലോസിൻ്റെയോ ചരിത്രമോ കഥയോ അല്ല ബൈബിളിനകത്തുള്ളത്. ദൈവത്തിൻ്റെ വചനത്തിനകത്ത്, ബൈബിളിനകത്ത് ഒരുപക്ഷെ ആ വ്യക്തികളൊക്കെ ഉണ്ടാക്കാം, പക്ഷെ വചനത്തിനകത്ത് ജീവനും ചൈതന്യമുണ്ട്. ജീവനും ചൈതന്യവും. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോളണം, വചനത്തിനകത്ത് എന്തുണ്ടോ അത് നമുക്ക് കിട്ടണം. സ്തോത്രം. കേൾക്കാൻ കൊള്ളാവുന്ന ഒരു പ്രസംഗം കിട്ടുന്നതിനേക്കാൾ, പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ജീവനുണ്ടെങ്കിൽ, ചൈതന്യമുണ്ടെങ്കിൽ, ഇത് രണ്ടും എനിക്കിന്ന് രാത്രി ആവശ്യമാണ്. പ്രായത്തെ കവിയുന്ന ഒരു ദൈവിക പ്രവർത്തിക്കത് കാരണമാണെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോളണം. അത് തരാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ജീവനും ചൈതന്യമുണ്ട് എന്ന ആ വാക്യത്തിൽ സമർത്ഥിക്കുന്നു. അതിനകത്ത് ആ വാക്കൊക്കെ ഗംഭീരമാണ്. എന്താണ് ജീവൻ എന്നുള്ള കാര്യം വിശദീകരിക്കണമെങ്കിൽ 15 മിനിറ്റെങ്കിലും ഏറ്റവും മിനിമം വേണം. ജീവൻ എന്ന വാക്കിനെ വേദപുസ്തകം സമൃദ്ധിയായി പറയുന്നതാണ്. എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയാൻ ചൈതന്യം എന്ന വാക്ക് അതിനേക്കാൾ ശക്തമാണ്. പക്ഷെ അതൊക്കെ നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. ജീവനും ചൈതന്യമുള്ളതായി. എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്ന അടുത്തത്: ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് വചനമെന്ന് എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ പൗലോസാണെന്നാണ് കൂടുതലും ആളുകൾ, വേദപുസ്തക വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നത്. എതിരഭിപ്രായം ഇല്ലായകയില്ല. സ്തോത്രം. അങ്ങനെ ഒരു തർക്ക വിഷയം ഈ രാത്രിയിലെ സന്ദേശത്തിൻ്റെ ആമുഖത്തിൽ എടുത്തിടേണ്ട ആവശ്യമില്ല. പൗലോസാണെന്നാണ് കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഈ വാക്യം പറയുമ്പോൾ, പൗലോസ് ആണെങ്കിൽ ഈ വാക്യം പറയുമ്പോൾ ആ വാക്കിങ്ങനെയാണ്: ഇരുവായ്ത്തലയുള്ള ഏത് വാള് എന്ന് പറയുമ്പോൾ വ്യാഖ്യാതാക്കൾ പറയുന്നത് എങ്ങനെയാണ്? അദ്ദേഹം സ്തോത്രം ചിലത് മുമ്പിൽ കണ്ടോണ്ടാണ് ഈ പറയുന്നത്, ഒരു ഊഹമല്ല. ഇരുവായ്ത്തലയുള്ള ഏത് വാളെന്ന് പറയുന്നത്, പൗലോസ് ഒരു സുവിശേഷ തടവുകാരനായി റോമൻ സൈന്യത്തോടു കൂടെ യാത്ര ചെയ്യുകയും തടവറയിലാകുകയും റോമൻ പട്ടാളക്കാരെ കാണുകയും അവരുടെ സ്തോത്രം വേഷഭൂഷാദികളെ, അവരുടെ സായുധത്തെ, സന്നാഹത്തെ എല്ലാം കണ്ടിട്ട് അത് അടുത്തറിഞ്ഞുകൊണ്ട് തിരുവെഴുത്തിനകത്ത് ദൈവിക ഉപദേശങ്ങൾ എഴുതിയായിരിക്കുന്ന ആളാണ് പൗലോസ്. എഫേസ്യ ലേഖനത്തിലെ സർവായുധ വർഗമൊക്കെ റോമൻ പട്ടാളക്കാരൻ ധരിച്ചിരിക്കുന്ന യൂണിഫോമിനോടും ആയുധത്തോടും ബന്ധപ്പെട്ടൊക്കെയാണെന്നുള്ള കാര്യം സ്തോത്രം ഒരു പരിധിവരെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ റോമാലേഖനത്തിനകത്തും അതുപോലെ കൊരിന്ത്യ ലേഖനത്തിനകത്തൊക്കെ അദ്ദേഹം ഈ പശ്ചാത്തലം, അദ്ദേഹം കണ്ടിരിക്കുന്ന റോമൻ സൈന്യത്തിൻ്റെ പശ്ചാത്തലം കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. ഈ വാക്യത്തിനകത്തും അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പരാമർശിക്കുന്നു. എന്ന് പറഞ്ഞാൽ റോമൻ ചക്രവർത്തിയുടെ അംഗരക്ഷകരായി ഇടത്തും വലത്തും നിൽക്കുന്ന രണ്ട് ശക്തരായിരിക്കുന്ന പട്ടാളക്കാർ സ്തോത്രം ചക്രവർത്തിയെ സംരക്ഷിക്കുന്നു. ഇന്നത്തെ പോലെ സ്തോത്രം AK-47 അല്ലെങ്കിൽ അതുപോലത്തെ അത്യാധുനികമായിരിക്കുന്ന സ്തോത്രം ആയുധങ്ങളൊന്നും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ വാളാണ് ഏറ്റവും സജീവമായിരിക്കുന്ന സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധം. അപ്പോൾ പട്ടാളക്കാര് രണ്ടുപേര് സ്തോത്രം റോമൻ ചക്രവർത്തിയുടെ ഇടത്തും വലത്തും നിൽക്കുന്നു. ആ കാലഘട്ടത്തിൽ 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് ഇത് കണ്ടിട്ടുണ്ട്. സ്തോത്രം ആ സമയത്ത് ആ പട്ടാളക്കാരൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ ഇടത്തും വലത്തും സംരക്ഷകരായി നിൽക്കുന്ന സൈന്യത്തിൻ്റെ സ്തോത്ര പട്ടാളത്തിൻ്റെ കയ്യിലിരിക്കുന്ന വാള് രണ്ട് വശത്തേക്ക് മൂർച്ചയുള്ളതാണ്. ആ വാളാണ് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഷാർപ്പായിരിക്കുന്ന ഏറ്റവും മൂർച്ചയുള്ള വാളെന്നാണ് സ്തോത്രം ചരിത്രം അവകാശപ്പെടുന്നത്. ഇത് മനസ്സിൽ കിടക്കുന്നുണ്ട് പൗലോസിൻ്റെ. സ്തോത്രം ചക്രവർത്തിയെ സംരക്ഷിക്കാൻ വേണ്ടി പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ആ സംരക്ഷണ കൊടുക്കുന്ന ഇടത്തും വലത്തും നിൽക്കുന്ന ആ പട്ടാളക്കാരുടെ കയ്യിലിരിക്കുന്ന വാള് അത് ഏറ്റവും മൂർച്ചയുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള ഒറ്റ വാക്കിലെ വിശദീകരണം എങ്ങനെയാണ്? ഒരു മനുഷ്യൻ്റെ കഴുത്തിലേക്ക് ആ വാള് പ്രയോഗിച്ചാൽ അതിൻ്റെ മൂർച്ച വളരെ തിന്നാണ്, അത്ര ഷാർപ്പാണ്. അതുകൊണ്ട് കഴുത്തിലേക്ക് പ്രവേശിച്ചാൽ അല്ലെങ്കിൽ പ്രയോഗിച്ചാൽ സ്തോത്രം മനുഷ്യൻ അറിയാതെ കയറി ഇറങ്ങി പോകത്തക്ക രീതിയിൽ അത്ര മൂർച്ചയുള്ളതാണ് ആ വാളെന്ന്. സ്തോത്രം അത്ര മൂർച്ചയുള്ളതാണെന്ന്. അത് മനസ്സിൽ കണ്ടോണ്ടാണ് പൗലോസ് പറയുന്നത് ആ വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. സ്തോത്രം ഹല്ലേലൂയ. അത് മനസ്സിൽ കണ്ടുകൊണ്ട് വെറുതെ ഒരാശയം അവിടെ അവതരിപ്പിക്കുകയല്ല. അദ്ദേഹം ഇരുവായ്ത്തലയുള്ള ഏത് വാള് എന്ന് പറഞ്ഞതിൻ്റെ പുറകിൽ അത്ര ഷാർപ്പായ ആ വാള് സ്തോത്രം മനസ്സിൽ കണ്ടുകൊണ്ട് പറയുന്നു അതിനേക്കാൾ മൂർച്ചയേറിയതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമെന്ന സ്തോത്രം വാള്. അപ്പൊ നിങ്ങളോട് ഇന്ന് രാത്രികാലം പറയാം, ആ വാള് റോമൻ ചക്രവർത്തിയെ സൂക്ഷിക്കുന്ന പട്ടാളക്കാരൻ്റെ കയ്യിലിരിക്കുന്ന വാള് സ്തോത്രം ഒരുവന്റെ ശരീരത്തിൽ കയറിയാൽ അറിയാതെ കയറിയിറങ്ങി ഇപ്പുറം വരും, അത്രയ്ക്ക് മൂർച്ചയാണ്. അതുപോലെ സ്തോത്രം ഇരിക്കുന്നവൻ അറിയാതെ അകത്ത് കയറി പ്രവർത്തിക്കാൻ കഴിവുള്ള ശക്തിയേറിയ വാളാണ് ദൈവത്തിന്റെ വചനം. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നതെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചിരിക്കാമെങ്കിൽ ആ വചനം എവിടെ വരെ കയറണോ അവിടെ വരെ ചെന്ന് പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. ഈ രാത്രി നിങ്ങൾ ആഗ്രഹിക്കുക, കർത്താവേ ചിലരുടെ അകത്ത് ഈ വചനം കയറണമേ. സ്തോത്രം അത് ഇരിക്കുന്നവൻ്റെ അനുവാദം വേണ്ട, അവൻ്റെ സമ്മതം വേണ്ട, അതിനകത്ത് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. അങ്ങനെ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രിക്കാലം കോട്ടയത്തെ ഫിലദൽഫിയ ചർച്ചിനകത്ത് പരിശുദ്ധാത്മാവ് പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ ചില വിഷയത്തിനകത്ത് ഈ വചനം കയറുമെന്ന് നിങ്ങൾ എത്ര പേർ സ്തോത്രത്തോടെ വിശ്വസിക്കാൻ ഇടയായി തീരും? നീ കൊണ്ടുവന്നിരിക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് രാത്രിക്കാലം വചനം കയറി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതിനെ വേർപിടിവിക്കേണ്ടതാണെങ്കിൽ വേർപിടിവിക്കും, മുറിച്ചു മാറ്റേണ്ടതാണെങ്കിൽ മുറിച്ചു മാറ്റൂ. നിന്റെ ശരീരത്തിലോ മനസ്സിലോ കുടുംബത്തിലോ ഏത് ഭാഗത്ത് ഏത് നിലവാരത്തിലാണോ പ്രവർത്തിക്കേണ്ടത് അതുപോലെ പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. ദൈവത്തിന്റെ വചനത്തിന് അത്ര ശക്തിയുണ്ട്, അത്ര മൂർച്ചയുണ്ട്, അത്രയ്ക്ക് കഴിവുണ്ട്. കരമുയർത്തി ഒന്നോടെ കർത്താവിന് സ്തോത്രം ചെയ്തേ. കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലേക്കും ഈ പറയപ്പെട്ടതുപോലെ ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ഈ വചനം കയറണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിനകത്തോ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അകത്തൊക്കെ ഇവരുടെ ആരുടെ അനുവാദം വേണ്ടെന്ന ഈ വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങൾ വിശ്വസിക്കുക. ആരുടെ അനുവാദമില്ലാതെ അകത്ത് കടന്ന് സന്ധി മഞ്ചകളെ വരെ വേർപിടിവിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനത്തെ ഒന്ന് വിശ്വസിക്കുക. സ്തോത്രം. അങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞ് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് വചനം കയറും. സ്തോത്രം. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തലമുറയ്ക്കകത്ത് വചനം കയറും, നിങ്ങളുടെ മക്കൾക്കകത്ത് വചനം കയറും. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നവർ ഏത് മനസ്സോടെയാണ് വന്നിരിക്കുന്നതെങ്കിലും അവരുടെ അകത്ത് കയറാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനത്തെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവശക്തമായി ഉപയോഗിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ വിശ്വാസത്തോടെ ദൈവാത്മാവിൽ പ്രാർത്ഥിച്ചോ. സ്വർഗം അത് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രി ഞങ്ങൾ ഒരിക്കൽ കൂടി തിരുവെഴുത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ മഹാദൈവത്തിൻ്റെ വലിയ കൃപയാൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലോചനയിൽ വലിയവനെ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയെ ഞങ്ങൾ വിശ്വസിക്കുന്നു.
വചനത്തിൻ്റെ വ്യാപാരം ഇന്ന് രാത്രി ചെല്ലേണ്ടിടത്ത് ചെല്ലുവാൻ, എത്തേണ്ടിടത്ത് എത്തുവാൻ, കയറേണ്ടിടത്ത് കയറാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തിരുവെഴുത്തിലേക്ക് തിരിയുന്നു. കർത്താവേ, ആരുടെ അകത്ത് ഇന്നത്തെ ദൂത് കയറണോ അവരുടെ ഹൃദയത്തിനകത്തത് കയറണമേ. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ തലമുറകളോ പ്രിയപ്പെട്ടവരോ ആരാണോ അവിടെ വരെ ഈ വചനം ചെല്ലണമേ. അവരുടെ അകത്ത് കയറി പ്രവർത്തിക്കണമേ. രൂപാന്തരം വരുവാൻ, വിശ്വാസം വരുവാൻ കർത്താവ് ഇടയാക്കണമേ. കർത്താവ് ഇത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു വാക്യം വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന പറയാനാണ് കർത്താവ് ഇന്ന് രാത്രി എനിക്ക് പ്രേരണ തന്നിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും വിശുദ്ധ ബൈബിൾ തുറന്ന് ദൈവദിനത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം സഭയെ വായിച്ചു കേൾപ്പിക്കും. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി, സ്തോത്രം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. സ്വർഗത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. യോഹന്നാനോട് മൂപ്പന്മാരിൽ ഒരുത്തൻ പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ യോഹന്നാൻ ഇരുന്ന് കരയുമ്പോൾ ആ കരച്ചിലിൻ്റെ മറുപടിയായി പറയുന്നൊരു വാക്കാണ്. യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചൊരു വാക്യമാണിത്. ആ വാക്യമാണ് ഇന്ന് രാത്രി ഇവിടെ പറയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നിരിക്കുന്നത്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വാക്യത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നതിന് തക്കവണ്ണം നിങ്ങളുമായി പങ്കുവെക്കാൻ നേരിട്ട് ഈ വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ യുക്തി, ചില കാര്യങ്ങൾ മനസ്സിലായി ഇതിനകത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതിന് ഈ വാക്യത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ, അല്ലെങ്കിൽ ഈ വാക്യം ഇവിടെ പറയാനുണ്ടായ കാരണത്തിലേക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ തന്നെ ഒരു വഴിയുണ്ടാക്കി അത് ബോധിപ്പിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ അനുഗ്രഹവും ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കാൻ അനുകൂലമായിരിക്കുമെന്നുള്ള വിചാരം എൻ്റെ അകത്തുള്ളത് കൊണ്ട് അങ്ങനെ ഈ വാക്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുകയാണ്. നിങ്ങൾക്കറിയാം, വെളിപ്പാട് പുസ്തകം യോഹന്നാനാണ് എഴുതിയത്. സ്തോത്രം. വെറുതെ കേട്ടെഴുതിയതല്ല, സ്തോത്രം, മറിച്ച് ചില കാര്യങ്ങൾ കണ്ടെഴുതിയതാണ് വെളിപ്പാട് പുസ്തകം. അപ്പോസ്തലന്മാരിൽ, സ്തോത്രം, ഏറ്റവും പ്രായം ചെന്നവനായി, വയോധികനായി മരിച്ചത് യോഹന്നാനാണെന്ന് ചരിത്രം പറയുന്നു. ബാക്കി എല്ലാ അപ്പോസ്തലന്മാരും വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് യൂത കെട്ടിഞ്ഞാണ് ചത്തു. ബാക്കി മുൻനിരയിലുണ്ടായിരുന്ന അപ്പോസ്തോലിക ഗണത്തിൽ, സ്തോത്രം, എല്ലാവരും തന്നെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ആദിമ നൂറ്റാണ്ടിലെ ആദിമ സന്ദർഭത്തിൽ തന്നെ വിവിധ സന്ദർഭങ്ങളിൽ രക്തസാക്ഷികളായി മരിക്കുകയാണുണ്ടായത്. എന്നാൽ യോഹന്നാനെ മാത്രം സ്വർഗത്തിലെ ദൈവം സ്വാഭാവിക മരണം വരിപ്പാൻ അനുവദിച്ചു എന്നാണ് ചരിത്രം. എന്നോട് ഞാൻ ആവർത്തിച്ചു പറയാം, എല്ലാ അപ്പോസ്തലന്മാരും, ആദിമ നൂറ്റാണ്ടിൽ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ അപ്പോസ്തലന്മാരും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വളരെ ദാരുണമായി ക്രൂശിക്കപ്പെട്ടും ഈർച്ചവാളാൽ അറുക്കപ്പെട്ടും 1-ാം നൂറ്റാണ്ടിലെ ഘോരമായ പീഡനങ്ങളുടെ നടുവിൽ സഭ നേരിട്ട ആ വലിയ പ്രതിസന്ധിയുടെ പീഡനങ്ങളുടെ നടുവിൽ അവർ വധിക്കപ്പെട്ട ചരിത്രം രക്തസാക്ഷികളുടെ ചരിത്രത്തിലുണ്ട്. സ്തോത്രം. സൺഡേ സ്കൂളിൽ പുസ്തകത്തിൽ പോലും ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ലളിതമായ ചിന്തയുണ്ട്. ഇല്ലെങ്കിൽ ആ പുസ്തകങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കിട്ടും. വായിച്ചാൽ കരളലിയിക്കുന്ന, ഹൃദയം ഭേദിക്കത്തക്ക രീതിയിലുള്ള, ഏറ്റവും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പീഡനങ്ങൾക്ക് വിധേയപ്പെട്ടത് ക്രൈസ്തവ സഭയാണ്, അപ്പോസ്തലന്മാരാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഓരോരുത്തരെയും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് കർത്താവിൻ്റെ കൂടെ നടന്ന പലരെയും ആ വിധത്തിൽ, സ്തോത്രം, ദാരുണമായി പരസ്യമായി മറ്റുള്ളവർക്ക് കാഴ്ചയായി അതിദാരുണമായി കൊല്ലപ്പെട്ടപ്പോൾ യോഹന്നാനെ മാത്രം സ്വർഗത്തിലെ ദൈവം വയോധികനായി സ്വാഭാവിക മരണം വരിപ്പാൻ അനുവദിച്ചു. നന്നാ വയസ്സ് ചെന്നവനായി, പ്രായം ചെന്നവനായി, സ്വാഭാവികമായി രക്തസാക്ഷിയാകാതെ അദ്ദേഹം മരിച്ചു എന്നാണ്, സ്തോത്രം, ചരിത്രത്തിൽ പറയുന്നത്. അതിൻ്റെയൊക്കെ കാരണം നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കിട്ടിയല്ല. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഓരോ നിർണയങ്ങളുണ്ട്. സ്തോത്രം. അത് വേദപുസ്തകം പറയുന്ന സത്യമാണ്. എന്നോടെ പറയാം,
എല്ലാവരെ കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ മക്കളെക്കുറിച്ച്, ദൈവത്തിന്റെ കൃപയിൽ വരുന്ന ഓരോരുത്തരെ കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന് ഓരോ നിർണയമുണ്ട്. നിർണയം, ആ വാക്കാണ് ബൈബിൾ ഉപയോഗിക്കുന്നത്. സ്തോത്രം. ലോകം പല വാക്കുകളോടെ പറഞ്ഞേക്കാം. സ്തോത്രം. പക്ഷേ വേദപുസ്തകം ഉപയോഗിക്കുന്നത് നിർണയം എന്ന വാക്കാണ്. ആ വാക്യം എവിടെ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലാണ്. ഒന്ന് നോക്കി വിട്ടേക്ക വാക്യം, എന്നിട്ട് ഇത് വാക്യത്തിലേക്ക് തിരിച്ചു വരാം. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിനകത്ത് പറയപ്പെടുന്ന ആ വാക്യം നോക്കി. അവിടെ ഞാൻ ഈ പറയുന്ന കാര്യത്തിന്റെ കുറച്ചുകൂടെ നമുക്ക് ആ വാക്യം കാണുമ്പോൾ വിശാലമായി മനസ്സിലാകും. വായിച്ചാട്ടെ. 9:11. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ, ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടനിമിത്തം തന്നെ വരേണ്ടത്. അടുത്തത് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. സ്തോത്രം. ഈ വാക്യം, സ്തോത്രം, ഇസഹാക്കിന് മക്കൾ ജനിക്കുന്നതിനെ കുറിച്ച് പറയുന്ന വാക്യമാണ്. കുട്ടികൾ ജനിക്കുകയാട്ടെ, ഗുണമാകട്ടെ, ദോഷമാകട്ടെ ചെയ്യുന്നതിനേക്കാൾ മുമ്പെന്ന് പറയപ്പെടുന്ന ആ വാക്യം പൗലോസ് റോമാലേഖനത്തിന്റെ ഈ ഭാഗത്ത് പറയാൻ വിവിധ കാര്യമുണ്ട്. ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ഈ വാക്യത്തിന്റെ പിന്നാമ്പറം ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. സ്തോത്രം. ഇസഹാക്കിന് മക്കളെ ജനിക്കുകയാണ്. വർഷങ്ങളായി തലമുറകളില്ലാതിരുന്ന ആ ദമ്പതികൾക്ക് പ്രാർത്ഥിച്ച് മക്കൾ ജനിക്കാൻ പോകുകയാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇരട്ടപ്പിള്ളേർ ജനിക്കുകയാണ്. വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അറിവ് കിട്ടിയതനുസരിച്ച് ഇപ്പം ആ പിള്ളേർ ജനിക്കുകയാണ്. അവർ ജനിക്കുന്നു. ആ ജനിക്കുന്നതിനെ കുറിച്ച് പൗലോസ് ഒരു വ്യത്യസ്തമായിരിക്കുന്ന കാര്യം റോമാലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ പറയാനൊരുങ്ങുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന വാക്യതാണ്: ഈ കുട്ടികൾ ജനിക്കുകയോ അവർ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്ന് പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തെരഞ്ഞെടുപ്പിൻ പ്രകാരം ദൈവനിർണയം. വാക്കിന് ദ പർപ്പസ് ഓഫ് ഗോഡ് എന്നാണ് ഇംഗ്ലീഷിലെ വാക്ക്. ദൈവനിർണയം, ദ പർപ്പസ് ഓഫ് ഗോഡ്. സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ നിർണയം ഈ കുട്ടികൾ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് ഇവരുടെ മേലുണ്ടായി. സ്തോത്രം. അതുകൊണ്ട് ദൈവം ചില കാര്യങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞു. സ്തോത്രം. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നൊക്കെ പറഞ്ഞു. അത് ആ നിർണയത്തിൽപ്പെട്ട കാര്യമാണ്. ഇസഹാക്കിന്റെ വീട്ടിൽ മാത്രമല്ല, ഇന്ന് രാത്രികാലം വിശ്വസിച്ചാൽ ഞാൻ പറയാം, നിങ്ങളുടെ കുടുംബത്തിലും ദൈവത്തിന് നിർണയങ്ങളുണ്ട്. ഓരോരുത്തരെ കുറിച്ച് നിർണയങ്ങളുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സ്വർഗത്തിലെ ദൈവത്തിന്റെ നിർണയങ്ങൾക്കെതിരെ നിൽക്കുന്ന ഏത് വിഷയമാണെങ്കിലും ഉപവാസ പ്രാർത്ഥന നടക്കുക. സഭയിൽ ഈ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന ഓരോ വാക്കുകളും ഞങ്ങളുടെ കുടുംബത്തിന് അനുകൂലവും അനുഗ്രഹമാകുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ, നിർണയങ്ങൾക്ക് വിരോധമായി പോരാടുന്ന എല്ലാ പോരാട്ടങ്ങളെയും ഉപവാസത്തിന്റെ 18ാമത്തെ രാത്രി എന്നെ കുറിച്ചുള്ള നിർണയങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷെ അതിനെ താമസിപ്പിക്കാൻ നോക്കുന്ന എല്ലാ ഇടപാടുകളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശാസിച്ചകറ്റാനിടയാകണം. അതിന് ദൈവസഭ ഒറ്റക്കെട്ടായി നിന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ കുറിച്ചുള്ള നിർണയങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ തകർച്ചകളെയും സ്വർഗം ഇന്ന് രാത്രി ശാസിച്ചു മാറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം മുൻനിർണയം എന്നൊരു വിഷയമുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ഇല്ലേ? റോമാലേഖനത്തിലൊക്കെ പരാമർശിക്കുന്ന കാര്യമാണ് ദൈവത്തിന്റെ മുൻനിർണയം എന്നൊരു വിഷയമുണ്ട്. സ്തോത്രം. അത് വാസ്തവത്തിൽ ഞാൻ രാവിലത്തെ സന്ദേശത്തിൽ ഓർപ്പിച്ച പോലെ യുക്തി കൊണ്ട് ഒരു സംവാദം തന്നെ നടത്താൻ പറ്റും. പക്ഷേ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ ദൈവം സർവജ്ഞാനി ആയിരിക്കയാൽ സ്വർഗത്തിലെ ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചുള്ള നിർണയമുണ്ട്. ആ നിർണയത്തിനകത്ത് നീ ദൈവത്തെ സേവിക്കേണ്ടവനാണെങ്കിൽ സ്തോത്രന്റെ സമയമാകുമ്പോൾ ദൈവമായ കർത്താവ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നീ പോലും അറിയാതെ ദൈവത്തിന്റെ അടുക്കൽ അവനെ എത്തിക്കും. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവാത്മാവ് ആരെയൊക്കെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്, എൻ്റെ ഹൃദയം പറയുന്നത്. അത് അവിചാരിതമായിട്ട് എത്തിയതല്ല, നിന്റെ കയ്യിലൊരു നോട്ടീസോ പേപ്പർ കട്ടിങ്ങോ കിട്ടിയതല്ല. സ്വർഗത്തിലെ ദൈവത്തിനൊരു നിർണയമുണ്ട്. അതത് കാലഘട്ടങ്ങളിൽ നിന്റെ കുടുംബത്തിൽ ഇന്നത് സംഭവിക്കണോ, നീ ദൈവത്തിന്റെ കൃപയിലേക്ക് അടുത്തു വരണോ എന്നതിനെ കുറിച്ച് ദൈവിക നിർണയം. ആ നിർണയം നിറവേറണം.
സ്തോത്രം, ഹല്ലേലൂയ. അതിന് വിരുദ്ധമായി നടക്കാതിരിക്കാൻ സാത്താന്യ ശക്തികൾ എത്ര പോരാടിയാലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ശക്തമായിട്ട് ദൈവത്തിൻ്റെ നിർണയം നിറവേറുന്ന രാത്രിയായി എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കും. ഒരുമിച്ചൊരു മനസ്സോടെ, സ്തോത്രത്തോടെ, ശക്തിയോടെ ദൈവസന്നിധിയിലെ നിർണയങ്ങൾ നിറവേറുവാൻ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് ശക്തമായി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നിർണയങ്ങൾ, സ്തോത്രം, പ്രവചനങ്ങൾ മാറിപ്പോകും, പക്ഷെ നിർണയങ്ങൾക്കൊരിക്കലും മാറ്റം വരികയില്ല. വാക്യം എവിടെ? യെശയ്യാ പ്രവചനത്തിനകത്ത് വാക്യം ഉണ്ടെന്ന് വായിച്ചു നോക്കി. 14-ാം അധ്യായം, യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 14:27. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ ആർ? അത് ദുർബലമാക്കുന്നവൻ ആര്? സ്തോത്രം. അവന്റെ കൈ നീട്ടിയിരിക്കുന്നു. ആദ്യത്തെ വാക്ക് മാത്രം മതി നമുക്ക്. ആ വാക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്താ പറഞ്ഞത്? യെശയ്യാ പ്രവാചകൻ, സൈന്യങ്ങളുടെ യഹോവ ഒരു കാര്യം നിർണയിച്ചു. ദൈവം നിർണയിച്ചാൽ അതിനെ ദുർബലമാക്കാൻ ആർക്കും കഴിയയില്ല. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാലോ, ധന്യനായ പൗലോസ് ദൈവസഭയ്ക്കെതിരെ പ്രവർത്തിച്ചു നടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിർണയിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം റോമാലേഖനത്തിനകത്തൊക്കെ ദൈവിക നിർണയം എന്ന വിഷയത്തെ അക്കമിട്ട് അടിസ്ഥാനമിട്ട് ഉറപ്പിച്ചത്, സ്വർഗത്തിലെ ദൈവം നിർണയിച്ചാൽ ഒരു രാജ്യം മുഴുവൻ നോക്കിയാലും ദൈവത്തിന്റെ നിർണയത്തെ നിഷ്ഫലമാക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന കുടുംബങ്ങളോട് ദൈവത്തിന് പറയാനുള്ള ഒന്നാമത്തെ ദൂത്, നിന്റെ സന്തതിയെ കുറിച്ച് ദൈവത്തിന്റെ നിർണയമുണ്ട്. നിന്നെ കുറിച്ച് ദൈവത്തിന്റെ നിർണയമുണ്ട്. നിർണയത്തിന്റെ സമയമാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഓരോ വഴികൾ ഒരുക്കി തരും. ആരെങ്കിലും നിന്റെ അടുക്കലേക്ക് അയക്കും ദൈവം, അല്ലെങ്കിൽ നിന്റെ മുമ്പിലേക്ക് ദൈവത്തിന്റെ വചനം എത്തിക്കും. ഇന്ന് രാത്രി ദൂത് കേൾക്കുന്നത് ദൈവ നിർണയത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത ദൈവത്തിന് മഹത്വം കരയറ്റുകയായി. ദൈവനിർണയം. പ്രവചനങ്ങൾ മാറിപ്പോകാം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആജ്ഞകൾ പോലും മാറിപ്പോകാം. സ്തോത്രം. ദൈവം കൽപ്പിച്ച കൽപ്പനകൾ, ദൈവം സ്തോത്രം പറഞ്ഞ കാര്യങ്ങൾ വരെ മാറ്റിവെക്കാം, പക്ഷെ നിർണയങ്ങൾ മാറത്തില്ല. ഞാൻ ദൈവത്തിന്റെ ദാസനായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നിർണയമാണ്. അത് ഞാൻ ഈ വഴിക്ക് വരാതെ എത്ര മസിൽ പിടിച്ചാലും ദൈവം നിർണയിച്ചു പോയി, ഇനി ആർക്ക് മാറ്റാൻ കഴിയും? മനസ്സിലാവുന്ന? ഹല്ലേലൂയ. പ്രവചനദൂതുകൾ മാറിപ്പോകാം, മാറ്റിയെടുക്കാം. യെശയ്യാ പ്രവചനത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്, ഹിസ്കിയാ രാജാവിനോട് യെശയ്യാവ് വന്നിട്ട് പ്രവചിച്ചു, നീ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. ചൈൽഡ് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രവചനം മാറിപ്പോയി. പ്രവചനം മാറിപ്പോകും. സ്തോത്രം. മോശയോട് ദൈവം പറഞ്ഞു, ഈ ജനത്തിന്റെ നടുവിൽ നിന്ന് നീ മാറിക്കോ, ഞാൻ ഇവരെ നശിപ്പിക്കാൻ പോകുകയാണ്. ചുമ്മാ വഴിയെ പോയൊരു മനുഷ്യൻ വൈകുന്നേരം പറഞ്ഞ വാക്കല്ലത്, സാക്ഷാൽ ദൈവം പറഞ്ഞ വാക്കാണ്. ഞാൻ ഇവരെ നശിപ്പിക്കാൻ പോകുകയാണ്. തമാശ പറഞ്ഞല്ല, ദൈവം തമാശ പറയാറില്ല. അപ്പൊ ദൈവം പറഞ്ഞു നശിപ്പിക്കാൻ പോകുകയാണ്. പെട്ടെന്ന് മോശ പറഞ്ഞു, അങ്ങെന്തായി പറയുന്നത്? മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ഈ ജനത്തെ മരുഭൂമിയിലിട്ട് നശിപ്പിച്ചു കളഞ്ഞാൽ മിസ്രയീമ്യർ കേട്ടാൽ എന്ത് പറയും? അതുകൊണ്ട് സ്തോത്രം, എന്നെ ഇവരുടെ നടുവിൽ നിന്ന് മാറ്റിയിട്ട് ഇവരെ നശിപ്പിക്കാനാണെങ്കിൽ ആദ്യം നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചോ എന്ന് പറഞ്ഞപ്പോൾ പാവം ദൈവം പറയുക, നീ പറഞ്ഞത് ശരിയാ. അപ്പം നിന്നിടത്ത് നിന്ന് ഞാനൊരു വാക്ക് പറയാ, സഭയ്ക്കകത്താണ് ദൈവം മലക്കം മറഞ്ഞു. നശിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞ വാക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നശിപ്പിക്കുന്നില്ല. നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നിൽക്കാൻ ആളുണ്ടെങ്കിൽ ദൈവം തിരുത്തി പറയും. മരിച്ചു പോകുമെന്ന് പ്രവചിച്ചാൽ കരയാൻ ആളുണ്ടെങ്കിൽ തിരുത്തി പറയും. പക്ഷെ ദൈവം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ ആരൊക്കെ കരഞ്ഞാലും, ആരൊക്കെ എതിർത്താലും, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അതിനെ മാറ്റാൻ കഴിയില്ല. ഇന്ന് രാത്രി ഞാൻ ചിലരോട് പരിശുദ്ധാത്മാവിൽ ദൂത് പറയുകയാണ്, സ്വർഗത്തിൽ ദൈവം നിർണയിച്ചിരിക്കുന്നു. നീ ദൈവത്തെ സേവിക്കണം, നീ ദൈവത്തെ ആരാധിക്കണം, നീ ദൈവത്തിൻ്റെ മകനായി തീരണം, നീ എൻ്റെ സാക്ഷിയാകണം, നീ എന്നെ ഉയർത്തണം, നീ നിന്റെ കുടുംബക്കാരുടെ ഇടയിൽ എന്നെ ഉയർത്തണം എന്ന് ദൈവം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഊരിപ്പോരാൻ പറ്റിയല്ല.
പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞു വന്ന റൂട്ടിൽ നിന്നും മാറി ആരോടൊക്കെ ഇന്ന് രാത്രി ദൈവത്തിന് മറുപടി പറയുകയാണ്. ഈ കാലഘട്ടത്തിൽ നിനക്ക് അസ്വസ്ഥത, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എല്ലാ വഴികളും അടയുന്നു, എങ്ങനെയാണെന്നറിയില്ല, ദൈവത്തെ വിളിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, ഒരിക്കലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ സ്വത്രം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ദൈവം നിന്റെ മുമ്പിലേക്ക് ചില അവസരങ്ങൾ തരുന്ന എന്തിനാണെന്നറിയാമോ? നിർണയം നിറവേറേണ്ട സമയമായി. 2023 ഈ മാസങ്ങൾ ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഇനി മാറി നിൽക്കരുത്. ഇനി മാറി നിൽക്കുന്നത് അപകടമാണ്, അനർത്ഥമാണ്. ഇത് നിന്റെ ജീവിതത്തിലെ നിർണയം നിറവേറുന്ന സമയമാണ്. ഈ സമയത്തെ ശോധനകൾ അതിനെ നന്മയാക്കി തീർക്കണം. അതുകൊണ്ട് നീ വിശ്വസിക്കണം, കർത്താവിൽ വിശ്വസിക്കണം. ദൈവത്തിന്റെ നിർണയങ്ങൾ നിറവേറാൻ പോകുകയാണ്. അതിന്റെ സ്വത്ര ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ നഷ്ടങ്ങളും നഷ്ടമല്ല, ചില നഷ്ടങ്ങൾ നിർണയം നിറവേറാനാണ്. സ്തോത്രം. ആർക്കും കീഴപ്പെടാത്ത മല്ലനായി വാഹനമൃഗത്തിനകത്ത് നല്ല യൗവനത്തിൽ ദാസ്യക്കാരനായി പുറപ്പെട്ടു പോകുന്ന പൗലോസിനെ വാഹനമൃഗത്തിൽ നിന്ന് തട്ടി താഴെയിട്ടിട്ട് കണ്ണ് കാണാൻ വയ്യാത്തവനായി 2-3 ദിവസം യൂദയുടെ വീട്ടിലിരുത്തി. കാഴ്ചക്കാർക്കും അറിവുള്ളവർക്കൊക്കെ നഷ്ടം, നല്ല യൗവനത്തിൽ കണ്ണ് നഷ്ടപ്പെട്ടവൻ. പക്ഷെ ആ നഷ്ടം ഒരു നഷ്ടമല്ല, അതൊരു നിർണയത്തിലേക്കുള്ള വഴിയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ചില നിർണയങ്ങൾ നിറവേറാൻ, ചില നഷ്ടങ്ങൾ നിന്റെ ശരീരത്തിലോ കുടുംബത്തിലോ സാമ്പത്തികത്തിലോ തലമുറയിലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ ആരോടൊക്കെയോ ദൈവം തൊട്ട് ദൂത് പറയുകയാണ്. ഇന്ന് രാത്രി ഒഴിഞ്ഞു മാറരുത്. സ്വത്രം. ഈ രാത്രികാലം ഏലിയാവിന്റെ പുതപ്പ് എലീശയുടെ മേൽ വീണതുപോലെ ഫിലദൽഫിയ ഹോളിനകത്ത് ഇരിക്കുമ്പോൾ ഈ ദൂത് കറങ്ങി ചുറ്റി ആരുടെയെങ്കിലും തലയിലല്ല, നിന്റെ മേൽ തന്നെ വീഴുകയാണ്. നിനക്ക് ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നീ ദൈവത്തിന്റെ നിർണയത്തിൽപ്പെട്ടയാളാണ്. ഹല്ലേലൂയ. നിർണയത്തിൽപ്പെട്ടയാളാണ്. സ്തോത്ര. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന് നന്ദിയോടെ കരമുയർത്തി സ്തോത്രം ചെയ്ത് എല്ലാവരും കൂടെ. ദൈവിക നിർണയം എന്ന് പറയുന്ന ഒന്നുണ്ട് ഇവിടെ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ യുക്തിയാണെങ്കിൽ അതൊരു മത്സരമാകാം, നമ്മൾ എങ്ങും ചെന്നെത്തിയാല. സ്തോത്രം. ഇതൊന്നും വാസ്തവത്തിൽ എന്താ പറയാ, ദൈവത്തിന് ഈ കാര്യങ്ങളൊന്നും അങ്ങനെ പറയേണ്ട കാര്യമല്ല. പിന്നെ പൗലോസ് ദൈവസന്നിധിയിൽ ഇരുന്ന് ഇങ്ങനെ സ്തോത്രം ധ്യാനിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം, സ്തോത്രം, ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ ദൈവം മനസ്സ് തുറക്കും. സ്തോത്രം. മനസ്സിലായോ? ദൈവത്തിൻ്റെ കയ്യിൽ അതീവ രഹസ്യങ്ങളാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് മർമ്മങ്ങളാണ്. പക്ഷെ ദൈവം അത് എല്ലാവരുടെ മുമ്പിൽ തുറക്കുകയല്ല. ഈ രഹസ്യങ്ങൾ ചിലരെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ ദൈവം ആ രഹസ്യങ്ങൾ വെളിപ്പെടുത്തും. നിങ്ങൾ ഓർക്കുന്നില്ലേ, അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചിട്ട് മടങ്ങിപ്പോവാണ് സ്തോത്രം ദൈവദൂതന്മാർ. ഞാൻ രാവിലെ പറഞ്ഞ പോലെ ദൈവം ഒരവസരം കൊടുക്കുക. അവിടെ വന്ന് കഴിച്ചൊക്കെ മടങ്ങിപ്പോവാണ്. മടങ്ങിപ്പോയപ്പോൾ ഉൽപ്പത്തി 18 എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അബ്രഹാം അങ്ങ് പുറകെ ചെന്നു. ഈ ദൂത് മാറിപ്പോകുന്നെങ്കിൽ ആ വാക്കിലേക്ക് നമുക്ക് വരാം. കർത്താവിൻ്റെ ആത്മാവിൻ്റെ കൂടെ പോകാം. ഞാൻ വായിച്ചിട്ടിരിക്കുന്ന വാക്യത്തിൽ പൂർത്തീകരിക്കാൻ പറ്റിയാൽ ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് ആ കാര്യങ്ങൾ എന്നെ നിർബന്ധിക്കുന്നു. 18-ാം അധ്യായത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് നോക്കി. സ്തോത്രം. 18-ാം അധ്യായത്തിനകത്ത് സ്തോത്രം 16-ാമത്തെ വാക്യം. ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്രയപ്പാൻ അവരോടുകൂടെ പോയി. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് നോക്കേ. സ്തോത്രം. നോക്കണേ, വീട്ടിൽ വെച്ച് യാത്ര പറഞ്ഞ് പിരിഞ്ഞിരുന്നെങ്കിൽ മരച്ചോട്ടിൽ വെച്ച് വയറ് നിറച്ച് ആഹാരം കൊടുത്തു, കാല് കഴുകി, സ്തോത്രം, ഒരു കാളയൊക്കെ നിറച്ചു കൊടുത്തു, 3 അടങ്ങി മാണ്ട് അപ്പം കൊടുത്തു, വിശപ്പ് മാറ്റി, സാറേ എന്തെന്ന് ചോദിച്ചു, വാഗ്ദത്തങ്ങൾ നിറവേറി. അവിടെ നിന്ന് സാധാരണ നമ്മൾ യാത്ര അയക്കുന്നതൊക്കെ ഓരോ ബന്ധമനുസരിച്ചാണ് അല്ലേ? സ്തോത്രം. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഞാനൊരു പാസ്റ്ററാണ്. എൻ്റെ പാർസലേജിൽ പല ആൾക്കാർ വരാറുണ്ട്. ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സ്തോത്രം, എന്നാൽ പോട്ടെ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ ഞാൻ ഇരുന്നോടത്തുനിന്ന് പോലും എഴുന്നേക്കില്ല, എന്നാൽ ആട്ടെ എന്ന് പറയും. അവരങ്ങ് പൊക്കോളും. നിങ്ങളാരെങ്കിലും വരുവാണെങ്കിൽ അങ്ങനെ ചെയ്യുകയില്ല, കാരണം നിങ്ങൾ വിലപ്പെട്ടവരാണ്. അപ്പം നിങ്ങളാരെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ പോകാൻ നേരത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ കൂടെ ഞാൻ എൻ്റെ സ്തോത്രം കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട്, അങ്ങനെയല്ലേ നിങ്ങളെല്ലാവരും, നിങ്ങൾ സിറ്റ് ഔട്ടിലേക്കെങ്കിലും ഇറങ്ങി വരും. കുറച്ചുകൂടെ ബന്ധമുള്ളവരാണെങ്കിൽ സിറ്റ് ഔട്ടിൽ നിന്നും വീണ്ടും കാറിൻ്റെ അടുത്ത് വരെ എത്തും. പല രീതിയിലെ യാത്രയൊക്കെ നല്ല ചിന്തിച്ചു നോക്കി. സ്തോത്രം.
വൈകുന്നേരം വരെ ജോലി ചെയ്ത് ചേച്ചി പോകാൻ നേരത്ത് കൊച്ചമ്മ പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ യാത്രയാക്കാറില്ല, അകത്ത് നിന്ന് പറഞ്ഞ് പോക്കോളാൻ പറയും. പക്ഷേ വേണ്ടപ്പെട്ടവരാണെങ്കിൽ, ബന്ധമുള്ളവരാണെങ്കിൽ യാത്രയാക്കാൻ നേരത്ത് കൊണ്ടുപോയി കാറിനകത്ത് കയറ്റി വാതിലടച്ച് വണ്ടി കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നോക്കി നിൽക്കും. അബ്രഹാമിന് വീട്ടിൽ വന്നിട്ട് വയറ് നിറച്ച് ആഹാരം കൊടുത്തിട്ട് അവിടെ വെച്ച് ബൈ പറഞ്ഞ് പോയാൽ മതിയായിരുന്നു, എന്നാൽ അടുത്ത കൊല്ലം കാണോട്ടെ. പക്ഷേ അബ്രഹാം പുറകെ പോവുകയാണ്. എവിടെ വരെ? ആ വാക്ക് കണ്ടോ? അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. ഇവിടെയാണ് അബ്രഹാമിന്റെ കൂടാരമെങ്കിൽ അങ്ങ് കഞ്ഞിക്കുഴി കവല എന്ന ദേവലോകത്തിലേക്ക് തിരിയുമ്പോൾ ശ്രോത്രം ഇവിടെ വെച്ച് റോട്ടിൽ നിന്ന് കൈ കാണിച്ചാൽ മതി. അബ്രഹാം പുറകെ പോയി. കവലയെന്ന് കഞ്ഞിക്കുഴിക്ക് ശ്രോത്രം ദേവലോകത്തേക്ക് തിരിയുന്ന കണ്ടപ്പോൾ ദൈവത്തിന്റെ മനസ്സിലൊരു തോന്നൽ, ഇവനോട് പറയാതെ എങ്ങനെയാ മറ്റേ കാര്യം ചെയ്യുന്നേ? അപ്പൊ വീട്ടിൽ നിന്നായിരുന്നെങ്കിൽ മറ്റേ കാര്യം പറയില്ലായിരുന്നു. മനസ്സിലായോ? ഞാനൊരു ദൂത് പറയാം. സ്തോത്രം. വേണ്ടപ്പെട്ടവരൊക്കെ അറിയാതിരുന്നിട്ടെ. സ്തോത്രം കേട്ടെ. വീട്ടിലിരുന്നാലും ചിലപ്പോൾ നമുക്ക് ഈ പ്രസംഗമൊക്കെ കിട്ടും. പക്ഷെ ദൈവം വിളിക്കുന്നിടത്തേക്ക് പുറകെ ചെന്നാൽ ആരോടും പറയാത്ത രഹസ്യങ്ങൾ ദൈവം പറയും. സ്വർഗം പറയുന്നു, നീ നിനക്ക് അതിരിടരുത്. സ്തോത്രം. ഒരു കുഴപ്പമില്ല. വീട്ടിൽ വന്നു, സ്തോത്രം, ദൈവമായ കർത്താവിന് വയറ് നിറച്ച് ആഹാരം കൊടുത്തു, എന്നാ കാണാമെന്നും പറഞ്ഞു പോയി, വാതിലടച്ച് അകത്ത് കയറി സന്തോഷം, ഒരു കുഴപ്പമില്ല, ചെയ്തത് ഓക്കെയാണ്. പക്ഷെ രഹസ്യങ്ങൾ വെളിപ്പെടുകയില്ല. ആത്മീകത്തിന് പരിമിതി വെച്ചാൽ, ഇത് മതി എന്ന് പറഞ്ഞാൽ, ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചാൽ രഹസ്യങ്ങൾ വെളിപ്പെടുകയില്ല. ഇന്ന് രാത്രി അടുത്ത ദൂതദൈവം പറയുന്നു, നിന്റെ മുമ്പിലെ രഹസ്യങ്ങൾ നിന്നോട് പറയാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളിലേക്ക് ദൈവം ഇന്ന് രാത്രി നിന്നെ നയിക്കുക. അതിന് നീ വെച്ചിരിക്കുന്ന പരിമിതി ഇന്ന് രാത്രി പൊളിക്കണം. എത്ര പേരോടായി ദൈവം ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ അനുഗ്രഹീതമായ രാത്രിയെ, ഈ നല്ല വ്യാഴാഴ്ച രാത്രിയെ, ഇവിടത്തെ സഭ ക്രമീകരിച്ച ഉപവാസത്തിന്റെ 18ാമത്തെ രാത്രിയെ നിങ്ങളുടെ ജീവിതത്തിന്റെ നിർണയ രാത്രിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് മസിൽ പിടിച്ചിരിക്കരുത്. പരിമിതികളെ പൊളിച്ചോണ്ട് ദൈവത്തോട് പറ, എന്റെ കർത്താവിന്റെ പുറകെ വരാൻ, എത്രത്തോളം വരാൻ, ആളുകൾ കണ്ടാലും ഇല്ലെങ്കിലും അവങ്ങളുടെ പുറകെ വരാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം ആരോടും പറയാത്തത് നിന്നോട് പറയും. ആരോടും പറയാത്തത് നിന്നോട് പറയും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വഭാവം ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ, ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ, ദൈവത്തിന്റെ മനസ്സിലൊന്നും ഇരിക്കുകയില്ല. ദൈവത്തിന്റെ സ്വഭാവം പഠിക്കണം. ദൈവത്തിന്റെ സ്വഭാവം പഠിക്കാൻ എന്താ വഴി? ഒറ്റ വഴിയുള്ളൂ, വേദപുസ്തകം വായിക്കുക. അല്ലാതെ ദൈവത്തിൻ്റെ സ്വഭാവം വേറെ ഏതെങ്കിലും വഴിയിൽ നിന്ന് പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ പ്രധാനപ്പെട്ടവരുടെ ഉണ്ടെന്ന് വിളിച്ചു പറയണം. സ്തോത്രം. ഞാൻ ആ വഴിക്ക് ശ്രദ്ധിക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദൈവത്തിൻ്റെ സ്വഭാവം പഠിക്കാതെ ആത്മീക ജീവിതം നടക്കുകയില്ല. രണ്ട് കാര്യങ്ങൾ നന്നായി നടക്കണമെങ്കിൽ സ്തോത്രം, കൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ കൂടെ നടക്കുന്നവരുടെ സ്വഭാവം പഠിക്കണം. ഒന്ന്, കുടുംബജീവിതം ഭംഗിയായി നടക്കണമെങ്കിൽ ജീവിത പങ്കാളിയുടെ സ്വഭാവം മനസ്സിലാക്കിയിരിക്കണം. രണ്ട്, ആത്മീക ജീവിതം നന്നായിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം. ഇത് രണ്ടും അറിയാതെ ഉപദേശിമാരെ എല്ലാവരും സ്വഭാവം പഠിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം ഭംഗിയാവുകയല്ല. ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സ്വഭാവം അറിയാനുള്ള വഴി തിരുവഴുത്താണ്. അല്ലാതെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ബൈബിള് പറയുന്നുണ്ട്, നമ്മുടെ ദൈവത്തിന് പ്രൗഢമായൊരു സ്വഭാവമുള്ളവനാണ്. അവൻ്റെ സ്വഭാവം ത്യജിക്കാൻ, അപ്പം ദൈവത്തിന് മാന്യമായൊരു സ്വഭാവമുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റിയാൽ ജീവിതം വിജയിക്കും. ഇന്ന് രാത്രി നിങ്ങൾ ചിലരോട് പറയുന്നു, നമ്മൾ നമുക്ക് ചില അതിരിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ 18ാം അധ്യായത്തിലെ വാക്യം ഇവിടെ വരികയില്ല. ഈ രാത്രി രക്ഷപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, നീ നിന്റെ അതിര് പൊളിക്കണം. സ്തോത്രം. വീട്ടിൽ കർത്താവ് വന്നു, ആരും അറിഞ്ഞില്ല. പെരക്കകത്ത് വെച്ച് നീ സ്തോത്രം ആഹാരം കൊടുത്തു, ആരും അറിയാതെ വാതിൽക്ക വെച്ച് ബൈ പറഞ്ഞ് വാതിലടച്ചു, ആരും അറിഞ്ഞില്ല. ദൈവം വന്നതും ദൈവത്തിൻ്റെ സ്തോത്രം, നീ ദൈവത്തെ ശുശ്രൂഷിച്ചതും. പക്ഷേ നീ ദൈവത്തിൻ്റെ കൂടെ കഞ്ഞിക്കുഴി കവലെ കൂടെ ദേവലോകം വരെ ചെല്ലുമ്പോൾ ആൾക്കാരറിയും. സ്തോത്രം. അബ്രഹാം ദൈവത്തിൻ്റെ പുറകെ പോവാണ്. അങ്ങനെ അറിഞ്ഞാലുള്ള ഗുണം,
സ്തോത്രം. അവിടെ നടക്കാൻ പോകുന്ന രഹസ്യങ്ങൾ അവൻ ഇവിടെ പറയും. വീട്ടിൽ പറയാത്തത് പുറകെ വരുമ്പോ പറയും. യേശുവിന്റെ നാമത്തിൽ പരിമിതികൾ പൊളിയണം. എങ്കിലേ ദൈവം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുള്ളൂ. ചുമ്മാ കയ്യിൽ 1000 ചോദ്യമായി നടക്കരുത്. എന്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ചോദിച്ചോണ്ട് നടക്കരുത്. ദൈവം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവനാണ്. പക്ഷേ ദൈവത്തിന്റെ പിന്നാലെ വരുന്നവർക്ക് രഹസ്യങ്ങളില്ല, അത് തുറന്നു കൊടുക്കുന്നവനാണ് ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അത് തുറന്നു കൊടുക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. അപ്പോൾ ദൈവമായ കർത്താവിൻ്റെ സ്വഭാവം ദൈവം ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി നമ്മളെ മനസ്സിലാക്കുന്നവരാണ്. തിരിച്ചു വരുന്ന ഞാൻ, ദൈവത്തിന് നിർണയങ്ങളുണ്ട്. സ്തോത്രം. ആ നിർണയങ്ങൾ നമ്മളെക്കുറിച്ച്, ദൈവത്തിന് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ എന്നൊരു വാക്ക് നമ്മളെക്കുറിച്ച് വായിക്കുന്നില്ലേ? ചുമ്മാ ഇരുന്ന് താടിക്ക് കൈയും കൊടുത്ത് കരയെന്ന് കണ്ടപ്പോൾ അന്ന് നീയും കൂടി എൻ്റെ സഭയെ കൂടിക്കോളാൻ പറഞ്ഞതാണോ? അങ്ങനെയാണോ? നമ്മുടെ സാക്ഷ്യം പറച്ചിലൊക്കെ കേട്ടാൽ മിക്കവാറും അങ്ങനെ തോന്നിപ്പോവും. കച്ചവടം പൊട്ടി, എല്ലാം പൊട്ടി തീർന്ന് ചുമ്മാ ഇരിക്കുമ്പോഴാണ് 2 ഉപദേശിമാർ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ രക്ഷപ്പെട്ടാന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നതെല്ലാം. പക്ഷെ നീ താടിക്കയും കൊടുത്തിരുന്നപ്പോൾ വിളിച്ചതല്ല, നിന്നെ ഈ വഴിക്ക് കൊണ്ടുവരുമെന്ന് പണ്ടേ ദൈവം നിർണയിച്ചതാ. നിന്നെ 0 ആക്കിയത് നിർണയം നിറവേറാറ്റാണ്. നിന്നെ വാഹനമൃഗത്തിൽ നിന്ന് തട്ടി താഴെയിട്ടത് നിർണയം നിറവേറാനാണ്. നിന്റെ വഴി അടച്ചത് നിർണയം നിറവേറാനാണ്. നിർണയങ്ങൾ നിറവേറാൻ ദൈവം നിന്നെ ഒരുപക്ഷെ നീ നിൽക്കുന്ന ഏറ്റവും വലിയ നിലയിൽ നിന്ന് താഴെ ഇറക്കും. അവിടെ ഇറക്കുമ്പോൾ ദൈവം കൈവിടിയല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ നിർണയം ദൈവം നിറവേറ്റും. അതാർക്കും മാറ്റാൻ കഴിയില്ലെന്ന് യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. നിർണയം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം പ്രസംഗിക്കുന്നതെങ്കിൽ ഞാൻ സ്തോത്രം മറ്റു തര തെളിവുകളോട് കൊണ്ടുവന്നേനെ. പക്ഷേ സ്തോത്രം, വേദപുസ്തകത്തിൽ കടൽ പോലെ വിഷയങ്ങൾ നിമിടമാണ്. പക്ഷെ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. വായിച്ചത് മറ്റൊരു വാക്യമല്ല, വാക്യത്തിലേക്ക് വരികയാണ്. യോഹന്നാനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയം സ്വാഭാവിക മരണം വരിക്കണമെന്നായിരുന്നു. പക്ഷേ ഏത് സമയത്തും ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും വിരോധമായി അടരാടുന്ന അന്ധകാര ശക്തി, ദുഷ്ടപിശാച് യോഹന്നാനെയും രക്തസാക്ഷിയാക്കാൻ വേണ്ടി ആവത് ശ്രമിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിനകത്ത് നമുക്ക് യോഹന്നാന്റെ അവസാനത്തെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന രൂപരേഖ കിട്ടിയിട്ടില്ല. വിശ്വസനീയമായിരിക്കുന്ന ചരിത്രങ്ങൾ, സ്തോത്രം, ആളുകൾ ഇതൊക്കെ തന്നെ അന്വേഷിച്ച് കുലങ്കുക്ഷമായി പരിശോധിച്ച് വ്യാഖ്യാനങ്ങളും ചരിത്രവും എഴുതുന്ന വേദവ്യാഖ്യാതാക്കൾ പറയുന്നതനുസരിച്ച് വളരെ വയോധികനായിരിക്കുന്ന യോഹന്നാൻ എഫേസോസ് സഭയുടെ മൂപ്പനായിരിക്കുന്ന സമയത്ത് റോമൻ സ്തോത്രം പട്ടാളം യോഹന്നാനെ സുവിശേഷ സംബന്ധമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് സ്തോത്രം റോമൻ ചക്രവർത്തി ഒരർത്ഥത്തിൽ നല്ല മധ്യവയസ്സിൽ തന്നെ മറ്റുതരെ അപ്പോസ്തോലന്മാരെ എല്ലാം ഗളച്ഛേദം ചെയ്തും അല്ലാതെയും വധിക്കപ്പെട്ടപ്പോൾ അവരുടെ കണ്ണിൽപ്പെടാതെ ഇങ്ങനെ ഒരു മനുഷ്യൻ ക്രിസ്തു ശിഷ്യനായി അപ്പോസ്തോലിക ഗണത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മറ്റാർക്കും കൊടുക്കാത്ത അതിദാരുണമായിരിക്കുന്ന ഒരു മരണം ഈ മനുഷ്യന് കൊടുക്കണമെന്ന് വിധിച്ചു എന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. ആ വിധിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. മറ്റൊന്നുമല്ല, ഇവന്റെ കഴുത്ത് കണ്ടിച്ചല്ല, മൃഗങ്ങൾക്ക് ആഹാരമായി ഇട്ട് കൊടുത്തല്ല, ഇവനെ അറുത്തല്ല, ഇവനെ സ്തോത്രം മെഴുകുശീല ചുറ്റി തീ കൊടുത്തല്ല, ഇവനെ കൊല്ലേണ്ടത് തിളച്ച എണ്ണയ്ക്കകത്തിട്ട് കൊല്ലണമെന്ന് വിധിച്ചു എന്നാണ് ചരിത്രം പറയുന്നതെന്ന്. സ്തോത്രം. അപ്പൊ ദൈവം നിർണയിച്ചത് വയോധികനായി മരിക്കണമെന്നാണെങ്കിലും സാത്താൻ ഒരക്കൈ നോക്കാതിരിക്കുകയല്ല. നിർണയങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്, പക്ഷെ നിർണയം ഒരു ഭാഗത്തുണ്ടെങ്കിലും പ്രതിയോഗി അടങ്ങിയിരിക്കുകയല്ല. ഞാനത് പറയുമ്പോൾ ചിലരോട്, ദൈവത്തിൻ്റെ മക്കളോട്, മാതാപിതാക്കളോട് പറയാം, നിന്റെ മക്കളെക്കുറിച്ച് ദൈവത്തിന് വലിയ നിർണയം ഉണ്ടെങ്കിലും ദുഷ്ടൻ അടങ്ങിയിരിക്കുകയല്ല. അവൻ എങ്ങനെയെങ്കിലും തള്ളിയിടാമോ, എങ്ങനെയെങ്കിലും അപഹാസ്യമാക്കാമോ, എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാമോ എന്ന് നോക്കി പിശാച് ഏതെങ്കിലും വിധത്തിലൊക്കെ പോരാടാൻ നോക്കും. പക്ഷേ ആ പോരാട്ടങ്ങൾ പിടിച്ചു നിൽക്കാൻ ഇന്ന് രാത്രി നിങ്ങളും മക്കളും തയ്യാറാകണം. അവിടെ തളരരുത്. അവിടെ ഒരു വഴിയേ ഉള്ളൂ, ദൈവകൃപ മാത്രം. അതുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്ന് മാറരുത്. സ്വർഗത്തിന്റെ സാന്നിധ്യത്തിൽ പിടിച്ചു നിന്നോളണം. നിർണയത്തെ നശിപ്പിക്കാൻ സാത്താൻ ശ്രമിച്ചേക്കാം, പക്ഷെ അവൻ ജയിക്കുകയല്ല. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവാചകനെ പോലെ പറയാം, നീ പേടിക്കണ്ട. നിന്റെ കുടുംബത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ നിർണയമുണ്ട്. നിന്റെ മക്കളെ കുറിച്ച് നീ കേട്ട ദൂതുകൾ ശരിയാണ്. എന്നിട്ടും എന്താ പാസ്റ്റർ ഇങ്ങനെയെന്ന് യോഗം കഴിയുമ്പോൾ എന്നോട് ചോദിക്കാൻ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ മറുപടി അഡ്വാൻസ് ആയി പറയുകയാണ്. നിർണയങ്ങൾ ഉണ്ടെങ്കിലും അതിനെ മുടിക്കാൻ വേണ്ടി സാത്താൻ നോക്കിയേക്കാം. അവിടെ നീ ഭയപ്പെടരുത്. അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്.
ദൈവമുണ്ട്, ദൈവമുണ്ട്. ആ ദൈവത്തിനായി നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. തിളച്ച എണ്ണയ്ക്കകത്ത് യോഹന്നാനെ ഇട്ടു എന്ന് ചരിത്രം പറയുന്നു. സത്യം ആണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ബാക്കി കൂടി പറയട്ടെ. കാരണം വിശ്വസനീയമായിരിക്കുന്നൊരു ചരിത്രം ആയതുകൊണ്ട്, വിശ്വസനീയമായിരിക്കുന്നൊരു ചരിത്രമായതുകൊണ്ട് അങ്ങനെ എണ്ണയ്ക്കകത്തിട്ടു. യോഹന്നാനെ കൊണ്ടുവന്നു. വലിയ എണ്ണപ്പാത്രം, വലിയ ബിരിയാണി ചെമ്പ് പോലത്തെ വലിയ ചെമ്പ്. നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടേ. അതിനകത്ത് നിറച്ചെണ്ണ ചക്രവർത്തിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നവരെയോ അതിന് നേതൃത്വത്തിൽ നിൽക്കുന്നവരെയോ 1-ാം നൂറ്റാണ്ടിലെ റോമൻ ഭരണകൂടം ഉപദ്രവിക്കുമ്പോൾ അവരെ പൊതുസ്ഥലത്ത് ജനങ്ങളെ വിളിച്ചുകൂട്ടിയാണ് ഉപദ്രവിക്കാറുള്ളതെന്ന് ചരിത്രം പറയുന്നു. അതിൻ്റെ കാരണം ഈ മാർഗത്തിലേക്ക് ഇത്ര ദാരുണമായിരിക്കുന്ന രീതിയിൽ നീചമായി അവരെ വധിക്കുമ്പോൾ അത് കണ്ട് ഭയപ്പെട്ട് ഒരൊറ്റയാൾ പോലും ഈ മാർഗത്തിലേക്ക് ഇനി വരരുത്. അതുകൊണ്ട് ഭയാനകമായ രീതിയിലാണ്. അത് തന്നെയല്ല ഇപ്പോഴൊക്കെ നടക്കുന്നത്. സ്തോത്രം. ഏതെങ്കിലും ഒരു ക്രിസ്തീയ സഭയോ അല്ലെങ്കിൽ ഒരു ദൈവദാസനെ ഉപദ്രവിക്കുമ്പോൾ അവർ തന്നെ അത് വീഡിയോ എടുത്ത് ഭയങ്കര ഭംഗിയായി എഡിറ്റ് ചെയ്ത് സ്തോത്രം ലോകത്തിലെ മീഡിയയിൽ പ്രദർശിപ്പിക്കും. കാരണം എന്താ? ഈ മാർഗത്തിലേക്ക് ഇനി ആരും വരരുത്, ഇനി ആരും ആ ദേശത്തേക്ക് സുവിശേഷം കൊണ്ട് ചെല്ലരുത്. ചെല്ലുന്നവൻ ഈ ഗതിയായിരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടി സാത്താൻ ചെയ്യുന്ന ഏറ്റവും വലിയ അടവുകളിൽ ഒന്നാണ് ഈ മാർഗത്തിൽ വരുന്നവരെ നീചമായി ഈ പരുവത്തിൽ ഉപദ്രവിച്ചിട്ട് അത് ലോകത്തെ കാണിക്കും. കാരണം സ്തോത്ര ഹല്ലേലൂയ, വേറെ ആരും ഈ മാർഗത്തിലേക്ക് വരരുത്. ഇപ്പോൾ യോഹന്നാനെയും വധിക്കുന്ന സമയത്ത് ഒരു വലിയ ഗ്യാലറിയിൽ ഇതുപോലെ വലിയ സ്റ്റേഡിയത്തിനകത്ത് ആളുകളെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിളിച്ചുകൂട്ടി റോമൻ ചക്രവർത്തിയെ കൂടി സാക്ഷി നിർത്തി വലിയ പാത്രം കൊണ്ടെന്ന് വെച്ച് അതിനകത്ത് നിറച്ച് എണ്ണ ഒഴിച്ചിട്ട് യോഹന്നാനെ അതിനകത്തിട്ടു. എന്നിട്ട് വലിയ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് അത് മൈദ കൊണ്ട് അടയ്ക്കുന്നത് പോലെ അത് അടച്ചു. തീ കൊളുത്തി, എണ്ണയ്ക്ക് തീ പിടിച്ച്, എണ്ണ പാത്രത്തിന് തീ പിടിച്ച് എണ്ണ തിളച്ചു മറിഞ്ഞ് ആവി സൈഡിലൂടെ പറക്കുമ്പോൾ വലിയ സാഡിസ്റ്റായിരിക്കുന്ന, മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന അന്നത്തെ കാലത്ത് റോമൻ ചക്രവർത്തിമാർ ആ മനുഷ്യൻ ചക്രവർത്തിക്ക് ആ ദാരുണമായ രംഗം, അഥവാ യോഹന്നാൻ എന്ന വയോധികനായിരിക്കുന്ന ക്രിസ്തു ശിഷ്യൻ ഇതിനകത്ത് കിടന്ന് പടച്ച് മരിക്കുന്നത് നേരിട്ട് കാണാൻ വേണ്ടി ആരാച്ചാരോട് ആ പാത്രത്തിന്റെ അടപ്പ് നീക്കാൻ ആവശ്യപ്പെട്ടു എന്നത്രേ. അടപ്പ് നീക്കുമ്പോൾ കാഴ്ചക്കാരെ ഞെട്ടിക്കുന്ന ഒരു അത്ഭുതമാണ് പാത്രത്തിനകത്ത് കണ്ടതെന്ന്. മറ്റൊന്നുമല്ല, ഒരമ്മയുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ ഒരവസ്ഥയിൽ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ആ ഫ്ലൂഡിനകത്ത് കിടക്കുന്ന ഒരു ശിശുവിനെ പോലെ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് മുഴങ്കാലുകൾ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന യോഹന്നാനെയാണ് ചക്രവർത്തിയും കൂട്ടരും കണ്ടതെന്ന്. നിങ്ങൾ ഓർത്തു നോക്കിയാൽ അത് വേദപുസ്തകത്തിലൊരു വാക്യമല്ലെങ്കിലും വിശ്വസിക്കാൻ ഞാൻ സന്നദ്ധനാകുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാം, അതിനൊക്കെ വലിയ അത്ഭുതങ്ങൾ നടക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു ദൂത് പറയാം. ഏതൊരു സാഹചര്യത്തിന് നടുവിലും, തിളച്ചു മറയുന്ന അവസ്ഥയുടെ നടുവിലും നിനക്കൊരു പോറൽ പോലും ഏക്കാതെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ നീ സാഹചര്യങ്ങളെ പേടിക്കുന്ന എന്തിനെന്ന് രാത്രികാലം? മനുഷ്യനെ പേടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒന്നാണ് സാഹചര്യങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. ഈ വാക്ക് നിങ്ങൾ ഒന്നോടെ കേട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ആരോടൊക്കെയോ ദൈവം ഇന്ന് ഫോക്കസ് ചെയ്ത് ലക്ഷ്യം വെച്ച് ദൈവത്തിൻ്റെ ആലോചന പറയുന്നത് ഈ പുൽപ്പിറ്റിൽ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ സാഹചര്യങ്ങളെ എന്തിനു ഭയപ്പെടണം? കാരണം എന്താ? തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തും നിന്റെ ശരീരത്തിനകത്തൊരു കൊമള പോലും വരാതെ, ആ ചൂടേക്കാതെ തിളച്ചു മറയുന്ന സാഹചര്യത്തിനകത്ത് തൻ്റെ ഭക്തനെ കൺമണി പോലെ കാക്കാൻ കരുത്തുള്ളൊരു ദൈവമാണ് ഞാൻ ഈ പ്രസംഗിക്കുന്ന ദൈവം എന്ന് നിനക്ക് വിശ്വസിക്കാമെങ്കിൽ ഇന്ന് രാത്രി ചുറ്റുവട്ടമുള്ള സാഹചര്യങ്ങളെ നീ ഭയപ്പെടരുത്. യേശു നിന്നെ വിളിക്കുന്നു. സ്വർഗത്തിലെ നിർണയം നിന്റെ മേൽ നിറവേറുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാ പറയുന്നു, വേറൊന്നും നോക്കരുത്. സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം കാത്തുകൊള്ളും. പേടിക്കരുത്. വിശ്വസിച്ച് ദൈവമക്കൾ സ്തോത്രം ചെയ്തു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ജഡമേൽ കിടക്കുന്ന നിർണയങ്ങളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിറവേറ്റട്ടെ. എന്റെ യേശു സാഹചര്യം മാറ്റുകയാണ്. അല്ല, സ്തോത്രം അന്തരീക്ഷത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി നിന്റെ ജീവിതത്തിനകത്ത് എത്ര തിളച്ചു മറഞ്ഞാലും അത് നിന്നെ ബാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ കരയുന്നേ? സ്തോത്രം.
ദൈവത്തിൻ്റെ സ്വഭാവം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ലാസറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ യഹൂദന്മാര് ചുമ്മാ നിന്നിങ്ങനെ അഡ്രസ് ഇല്ലാതെ വിമർശിക്കുന്നവരുണ്ടല്ലോ, അവര് സ്തോത്രം പരിയമ്പുറത്ത് നിന്നുകൊണ്ട് പറഞ്ഞൊരു പരാതിയുണ്ട്, ഒരു വിമർശനമുണ്ട്. നിങ്ങളിത് വായിച്ചിട്ടുണ്ട്. വിമർശനം ഇതാണ്: സ്തോത്രം, കുരുടന് കാഴ്ച കൊടുക്കാൻ കഴിവുള്ളവന് ഇവനെ മരിക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഒരു വാക്യം നിങ്ങൾ വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ടെങ്കിൽ നോക്കണ്ട, വായിച്ചിട്ടില്ലാത്തവർ വീട്ടിൽ പോയി വായിച്ചാൽ മതി, ഇനി ഇവിടെ ഇരുന്ന് വായിക്കണ്ട. സ്തോത്രം, അങ്ങനെ ഒരു വാക്യമുണ്ട്. ഇനി അതും തപ്പി നടക്കണ്ട, കാരണം ഈ ദൂത് ഇവിടെ തീരുകയല്ല. എന്നിട്ട് വേനയ്ക്ക് അങ്ങനെ ഒരു വാക്യമുണ്ട്. എന്താ പറഞ്ഞത്? ഹേയ് സ്തോത്ര, വാക്യം ഇതാണ്: നാട്ടുകാരെ മുഴുവൻ സൗഖ്യമാക്കിയിട്ട് 10-13 ആണുങ്ങൾ വന്ന് ഇവിടെ വന്ന് ഈ 2 സഹോദരിമാരെ കൊണ്ട് വെച്ച് വിളമ്പി തിന്ന് പോയിട്ട് അങ്ങനെ വലിയ അത്ഭുതം ചെയ്യുന്നവനാണെങ്കിൽ, കുരുടന് കാഴ്ച കൊടുക്കാൻ കഴിവുള്ളവനാണെങ്കിൽ, ഇവൻ മരിക്കാതിരിക്കാൻ ഇവൻ നോക്കിയാൽ നടക്കില്ലായിരുന്നോ? ചോദ്യമാണ്. സ്തോത്രം, നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ സ്നാനപ്പെടാൻ തീരുമാനം വെച്ചിട്ട് നമ്മൾ ആ ചോദ്യത്തിൽ നമ്മൾ പുറകോട്ട് പോയേനെ. കാരണം ശരിയല്ലേ എന്ന് ചോദിച്ചനല്ലേ? ഇന്ന് രാത്രി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് രൂത്തിന് വേണ്ടി കെട്ടിവെച്ച കറ്റയെന്ന് വലിച്ചിടുന്നത് പോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടല്ല പ്രസംഗം പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സ്തോത്രം, ആ പ്രസംഗം നല്ല രീതിയിൽ കൊണ്ടുവരായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആ വഴിയിൽ നിന്നൊക്കെ മാറ്റിവിടുകയാണ്. അതുകൊണ്ട് കെട്ടിവെച്ചെന്ന് വലിച്ചിടുകയാണ്. ആൾക്കാർ ചോദിക്കും, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, നീ ഇത്രയും ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ട്, നീ ഇത്രയും നടന്നിട്ട്, നീ ലോകം മുഴുവൻ പ്രാർത്ഥിക്കാൻ നടന്നിട്ട് നിന്റെ കൊച്ചിന് ഇങ്ങനെ വരുത്താതിരിക്കാൻ പറ്റില്ലായിരുന്നോ എന്ന് നിന്റെ ചേട്ടത്തിയെ കൊണ്ട് ചോദിപ്പിക്കും സാത്താൻ. അത് കേൾക്കുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് മുട്ടിടിച്ച് ശരിയല്ലേ എന്നോർത്തോണ്ട് മറുകണ്ഠം ചാടരുത്. അതിനാ പറഞ്ഞ ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി ആത്മീയ ജീവിതത്തിൽ നിൽക്കണം. സ്തോത്രം, മനസ്സിലായോ? ദാനിയേലിനെ ഇത്രയും വിശുദ്ധനായി വേദപുസ്തകത്തിനകത്ത് ഇത്രയും പരിപാവനനായി എഴുതപ്പെട്ടിരിക്കുന്ന കക്ഷിയാണ് ദാനിയേൽ. ആത്മീകത്തിലാകട്ടെ വിശുദ്ധിയിലാകട്ടെ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശുദ്ധി സൂക്ഷിച്ച ആ മനുഷ്യൻ ഇത്രയും ഭക്തിയോടെ ഒരു രാജ്യത്ത് ദൈവത്തിന് വേണ്ടി നിന്നിട്ട് ഈ തരം വിമർശനങ്ങളുടെ മുമ്പിൽ വേണമെങ്കിൽ ചോദ്യം ഉന്നയിക്കാം. ഇത്രയും ദൈവത്തെ സ്നേഹിച്ചിട്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ സിംഹക്കൂട്ടിലിടാതിരിക്കാൻ ഈ ദൈവത്തിന് കഴിയില്ലായിരുന്നു. സ്തോത്രം. എബ്രായ ബാലന്മാരുടെ കഥ അങ്ങനെ തന്നെയല്ലേ? ഇവിടെ നമ്മൾ അത് കേട്ട് നടുങ്ങരുത്. ദൈവത്തിൻ്റെ സ്വഭാവം തിരിച്ചു പറയണം. എൻ്റെ ദൈവത്തിന് നാറ്റം വെച്ച് 4 ദിവസമായാലും ശവക്കുഴിയിൽ നിന്ന് തിരിച്ചെടുക്കാന്ന് തൻ്റെ ഇടമുള്ളത് കൊണ്ടാണ് 4 ദിവസമായിട്ട് യേശു വരാതിരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനറിയാം, ഞാൻ വൈകിയാലും സ്തോത്രം, ലാസറിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ പഴുത്താലും എന്റെ വാക്കിന് ശക്തിയുണ്ടെന്നും അവനെ ഗുഹയ്ക്കകത്ത് നിന്ന് കല്ലറയ്ക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നും എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് യേശു വൈകിയത്. സ്തോത്രം. രാത്രി വൈകി വരെയും ദാനിയേലിനെ ഒരുപാട് സ്നേഹിച്ച സിമ്പതി ഉണ്ടായിരുന്ന രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വിടാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. സൂര്യൻ അസ്തമിക്കുന്നവരെ എന്നാണ് ദാനിയേൽ പ്രവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. സൂര്യൻ അസ്തമിക്കുന്നവരെ രാജാവ് ശ്രമിച്ചു എങ്ങനെയെങ്കിലും മറ്റവരോട് പറഞ്ഞൊരു കോംപ്രമൈസിൽ എത്തിച്ച് ഇവനെ അതിനകത്ത് വിടാതിരിക്കാൻ. ദൈവം മിണ്ടാതിരുന്നത് രാജാവും കൂടി തോക്കട്ടെ, അയാളുടെയും കൂടി പണി കഴിയട്ടെ. അയാളും തോറ്റു. സമ്മർദ്ദങ്ങൾ കൊണ്ട് പലരും പറഞ്ഞു ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റിയല്ല, കാരണം വിധി വന്നുപോയി. ലാസ്റ്റ് രാജാവും കൈയൊഴിഞ്ഞു. സിംഹക്കുഴിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദാനിയേലിന് വിചാരം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടു നിന്നോര് വിചാരിച്ചു കാണും, ഈ പാവത്തിനെ, ഇത്രയും നല്ലൊരു മനുഷ്യനെ സിംഹക്കുഴിയിൽ വിടാതിരിക്കാൻ പറ്റില്ലായിരുന്നോ? ദൈവത്തിനറിയാം, ഒരു രാത്രിയല്ല 9 രാത്രി കടന്നാലും എൻ്റെ മകനെ സിംഹം മണക്കാൻ പോലും അനുവദിക്കാതെ വണ്ണം അവനെ കരുതാൻ കഴിയുമെന്ന് തൻ്റെ ഇടമുള്ളത് കൊണ്ടാണ് ദൈവം അത് അനുവദിച്ചത്. പിന്നെ രാത്രി നിങ്ങൾ ഒരു ആശ്വസിക്കാൻ വേണ്ടി പറയുകയല്ല, നിങ്ങൾ ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കണം. സ്തോത്രം.
നിങ്ങളുടെ ജീവിതത്തിന്റെ അങ്ങേ അറ്റത്തെത്തി എന്ന് പറഞ്ഞാലും അവിടെ നിന്ന് നിലം പരിശാകുന്നതിനേക്കാൾ മുമ്പ് കഴുകൻ പാളി ഇറങ്ങി വന്ന് തന്റെ വിശാലമായ ചിറക് വിരിച്ച് കഴുകന്റെ കുഞ്ഞ് നിലത്ത് വീണ് മുട്ട പൊട്ടിച്ചതറുന്നത് പോലെ, തൂവല് മുളയ്ക്കാത്ത ചിറകില്ലാത്ത കഴുകന്റെ കുഞ്ഞ് പൊട്ടിച്ചതറുന്നതിനേക്കാൾ മുമ്പ് മാംസത്തുണ്ട് താഴേക്ക് വലിച്ചെറിഞ്ഞ് ഉടയുന്നത് പോലെ ഉടയാൻ അങ്ങ് അകലേന്ന് കൂടനയ്ക്ക് താഴേക്ക് വരുമ്പോൾ നിലം പരിശാകുന്നതിനേക്കാൾ ഒരു ചിറക് കയറിപ്പോകാനുള്ള ഗ്യാപ്പ് മണ്ണും ഈ പക്ഷിയുടെ കുഞ്ഞുമായിട്ടുണ്ടാകുമ്പോൾ പാളി ഇറങ്ങി വന്ന് ആ ചിറകിനകത്ത് വഹിച്ചോണ്ട് എല്ലാവരുടെ കൺമുമ്പിലൂടെ ഉയരത്തിലൂക്കി കൊണ്ടുപോകാൻ കരുത്തുള്ളവനാണ് തള്ളക്കഴുകൻ. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുന്ന ആലോചന പരിശുദ്ധാത്മാവിൽ ശ്രദ്ധിച്ചു കേക്ക്. നീ പേടിക്കരുത്. നിലത്ത് വീണ് ചതറുമെന്ന്, നീ ഒരു പരസ്യ കോലമാകുമെന്ന്, അപഹാസ്യമാകുമെന്ന്, നിന്റെ ഹല്ലേലൂയ നിലത്ത് കിടന്ന് ഉറുമ്പരിക്കുമെന്ന് ദുഷ്ടൻ വിചാരിക്കുമ്പോൾ അവരുടെ കൺമുമ്പിൽ നിന്ന് ചിറകുമേൽ പൊക്കിയെടുക്കുന്ന ഒരു പരിശുദ്ധ ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തി കാണിക്കുമ്പോൾ ആ ദൈവത്തെ വിശ്വസിക്കാൻ എത്ര ദൈവമക്കൾക്ക് മനസ്സുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ദൈവത്തിന്റെ സ്വഭാവം അതാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നു. എണ്ണക്കകത്ത് വീണല്ലോ എന്നോർത്തൊന്നും മോഹഭംഗപ്പെട്ട ആരും ഇരിക്കരുത്. എന്നോടിങ്ങനെ ചെയ്തല്ലോ എന്ന് മേലാ ചോദിക്കുകയും ചെയ്യരുത്. സ്തോത്രം. മനസ്സിലായോ? ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും കരഞ്ഞിട്ടും എന്നോടും എൻ്റെ കൊച്ചിനോടും ഇത് ചെയ്തല്ലോ എന്ന് മേലാൻ വേണ്ടിയാക്കരുത്. ദൈവം ഇന്ന് മറുപടി പറയുന്നു. സ്തോത്രം. നിന്റെ സന്തതിയുടെ തലമുടി പോലും മണ്ണിൽ മുട്ടുന്നതിനേക്കാൾ മുമ്പ് ഞാൻ പൊക്കിയെടുത്തിരിക്കും. എണ്ണയ്ക്കകത്ത് വീണു എന്നുള്ളത് സത്യമാണത് പൊതുലോകം അറിയട്ടെ. അതിന്റെ നടുവിൽ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. റോമൻ ചക്രവർത്തിയുടെ കണ്ണ് മഞ്ഞളിച്ചു പോകത്തക്ക രീതിയിൽ ഉലക ചരിത്രത്തിൽ ഒരുപാട് പേരെ വിവിധ നിലവാരത്തിൽ ഇല്ലാതാക്കിയ ദുഷ്ടസിംഹാസനത്തിൽ ഇരിക്കുന്നവരുടെ കണ്ണിനെ മഞ്ഞളിപ്പിക്കുമാറ് സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ തിളച്ചു മറിയുന്ന പാത്രത്തിനകത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി നിന്റെ ദൈവമായി കിട്ടുകയാണ്. ആ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ നിർണയങ്ങളെ തടയാൻ ശത്രുവിനെ അനുവദിക്കരുത്. ആരെങ്കിലും പറയുന്ന കേട്ട് കുഴയരുത്. സ്തോത്രം. പുറകോട്ട് പോകരുത്. സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ എണ്ണപാത്രത്തിനകത്തിട്ടിട്ട് ചാവാതെയായി. സ്തോത്രം. മനുഷ്യൻ മരിക്കുന്നില്ല. ചക്രവർത്തി സാക്ഷിയാണ്. അപ്പൊ അവനെ പുറത്തെടുത്തു. ഇതൊരു പ്രമാദമായിരിക്കുന്ന രാഷ്ട്രത്തിന്റെ വിധിയാണ്. അല്ലാതെ 10,000 രൂപ കൊടുത്തിട്ട് അവനെ തട്ടിയേക്കാൻ പറഞ്ഞ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതല്ല. ഒരു രാജ്യത്തിൻ്റെ വിധിയാണ്. സ്തോത്രം. അപ്പോൾ എന്താണ് വാസ്തവത്തിൽ ഈ മനുഷ്യൻ്റെ അസാധാരണത്വം എന്നതിനെക്കുറിച്ച് റോമൻ സർക്കാർ ഒരു ഇൻവെസ്റ്റിഗേഷന് തയ്യാറായി, ഒരു അന്വേഷണത്തിന് തയ്യാറായി. ഞാൻ പറയുന്നു, ദൈവസഭ വളർന്നതും ദൈവസഭ ജയിച്ചതുമെല്ലാം പ്രശ്നങ്ങളില്ലാതെയല്ല. ആളുകളെ ഞെട്ടിപ്പിച്ചു, ചിന്തിപ്പിച്ചു. 107-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ സ്തോത്രം ഗംഭീരമാണ്. 107-ാം സങ്കീർത്തനം തന്നെ ഒരു ഭയങ്കര സങ്കീർത്തനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. 107-ാം സങ്കീർത്തനം തന്നെ. 107-ാം സങ്കീർത്തനങ്ങളെ മാത്രം കേന്ദ്രമാക്കി ഞാൻ സ്തോത്രം കഴിഞ്ഞ കൊറോണ കാലത്തൊരു പുസ്തകം എഴുതിയിരുന്നു. സ്തോത്രം. ആ സങ്കീർത്തനത്തിൻ്റെ വാക്യങ്ങൾ മാത്രം എടുത്ത് ഒരു പുസ്തകത്തിൽ ഒതുങ്ങാത്ത ചിന്തയാണ്. അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ 42, 43 വാക്യങ്ങൾ ഇങ്ങനെയാണ്. നേരുള്ളവർ ഇത് കണ്ട് സന്തോഷിക്കും, നീതികെട്ടവരൊക്കെയും വായ്പൊത്തും, ജ്ഞാനമുള്ളവരവയെ ശ്രദ്ധിക്കും. യഹോവയുടെ കൃപയുടെ 3 കൂട്ടർ അവിടെയുണ്ട്. നേരുള്ളവർ ഇത് കണ്ട്. അപ്പൊ അവരെന്ത് കണ്ടു എന്നുള്ളത് ആ സങ്കീർത്തനത്തിന്റെ പ്രമേയമാണ്. പിന്നെ നീതികെട്ടവരൊക്കെ വാപൊത്തി, ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും. അവസാനം ഇവരെല്ലാവരും കൂടി ദൈവത്തിൻ്റെ കൃപ കണ്ടോ എന്നവർ പറയും. അങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മേഖലയിൽ കൂടെ കടന്നു പോകേണ്ടി വരും.
107 സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം ഒറ്റവാക്കി പറഞ്ഞാൽ, സ്തോത്രം, അവർക്ക് അതിൻ്റെ ദൈവശാസ്ത്രപരമായിട്ട് പ്രശ്നത്തിൻ്റെ ഉറവിടം തപ്പാൻ പോകുന്നില്ല. പക്ഷേ ആളുകൾ നോക്കിയപ്പോൾ ഇവർ സ്തോത്രം താഴെ കുഴിയിലേക്ക് ഇറങ്ങുന്നു, പിന്നെ ഒരു തിരമാല അടിച്ച് കയറ്റുന്ന പോലെ മുകളിലേക്ക് കയറുന്നു, ആകപ്പാടെ ചാഞ്ചാടുന്നു, തറയിൽ നിർത്താത്ത പ്രശ്നങ്ങളായി തിരമാല അമ്മാനമാടുന്ന പോലെ അമ്മാനമാടുന്നു. ഇവർ ജീവിക്കുമെന്ന് തോന്നിയില്ല. അവർ മരുഭൂമിയിൽ ഉഴലുന്നു, അലയുന്നു, വഴി കണ്ടെത്താതെ കറങ്ങുന്നു. എന്തൊക്കെ വിഷയമാണ്! ഞാൻ ഈ സങ്കീർത്തനം മാത്രം പഠിച്ചപ്പോൾ ഏകദേശം സ്തോത്രം 30-ൽ പരം വിഷയങ്ങൾക്കകത്തൂടെ ഒരു കൂട്ടം ആളുകൾ ഗതി കിട്ടാതെ ഒരു കാലഘട്ടം മുഴുവൻ അലയുന്ന കണ്ടു. ആളുകൾ പറഞ്ഞു, ഒരിക്കലും രക്ഷപ്പെടാത്ത ആളുകൾ, പാവങ്ങൾ എത്ര വർഷമായി എന്ന് പറയാൻ തുടങ്ങി. അവസാനം കഥ തീരുമ്പോൾ, ചരിത്രം തീരുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. അവരുടെ ചരിത്രം തീരുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്: അവരെ ദൈവം അനുഗ്രഹിച്ചു, അവരുടെ തലമുറയെ അനുഗ്രഹിച്ചു, ആട്ടിൻകൂട്ടത്തെ പോലെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ അനുഗ്രഹിച്ചു കണ്ടപ്പോൾ സ്തോത്രം, ഒരു കൂട്ടം ആളുകൾ സന്തോഷിച്ചു. അവരെ വിമർശിച്ചുകൊണ്ടിരുന്ന നീതികെട്ടവരെല്ലാം അന്ന് വാപത്തി കളഞ്ഞു. വാപത്തി. കാരണം എന്താ? ഇനി പറഞ്ഞിട്ട് കഥയില്ല, ദൈവം പ്രവർത്തിച്ചു. ഞാൻ കുറച്ചുകൂടെ കടത്തി ദൂത് പറയാം. ഒരല്പം കൂടി സഹിക്കാമെങ്കിൽ, ഒരിച്ചിര കൂടെ പിടിച്ചു നിൽക്കാമെങ്കിൽ, ഒരു കുറച്ചുകൂടെ ദൈവകൃപയെ നിൽക്കാമെങ്കിൽ, അതിനുള്ള കൃപ ഇന്ന് രാത്രികാലം ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിക്കാമെങ്കിൽ, എന്റെ ദൈവം പറയുന്നു, നിനക്ക് വിരോധമായി വായടക്കാതെ വ്യാപരിക്കുന്ന ചില പോരാട്ടങ്ങളെ വായടപ്പിക്കുന്ന ദൈവം യേശുവിന്റെ നാമത്തിൽ നിന്നെ മാനിച്ച്, നിന്നെ ഉയർത്തിക്കൊണ്ട്, നിന്റെ കുടുംബത്തെ മാനിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ചിലരുടെ വായടപ്പിക്കൂ. ഇന്ന് രാത്രി അതിനു വേണ്ടി മോനെ എന്ന് വിളിച്ച് ദൈവം പറയുന്നു, നീ കുറച്ചോടെ എന്നോട് ചേർന്ന് നിൽക്ക്, കുറെ കൂടി ചേർന്ന് വാ, എന്റെ കൂടെ നിൽക്ക്, ഞാൻ ചിലരുടെ വായടപ്പിക്കാം. സ്വർഗത്തിലെ ദൈവം അത് ചെയ്യിച്ചു. സ്തോത്രം. ഇതുപോലെ ഇച്ചിരിയും കൂടി പിടിച്ചു നിൽക്കാമെങ്കിൽ അധികാരികളുടെ കണ്ണിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. ചക്രവർത്തി ഞെട്ടിപ്പോയി എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ കുറേ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനങ്ങൾ ഇറങ്ങിയിരിക്കുന്ന, മലയാളത്തിൽ വ്യാഖ്യാനങ്ങൾ എല്ലാത്തിനും എനിക്ക് തോന്നുന്നു ഇറങ്ങിയിരിക്കുന്നൊരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഒത്തിരി പേര്, സ്തോത്രം, വിമർശിക്കുക എന്ന് പറയരുത്, എഴുതാൻ അറിയുന്നവർ, അറിയാൻ വയ്യാത്തവരൊക്കെ കയറി വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അപ്പം അതിൻ്റെ ആമുഖത്തിൽ എൻ്റെ തന്നെയുണ്ട് 10-15 പുസ്തകം വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിനകത്ത് അതിശയോക്തി അല്ലെന്ന് വിചാരിക്കുന്നു, എവിടെ നിന്നൊക്കെയോ തപ്പിയെടുത്ത ചിന്തകൾ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ എണ്ണയ്ക്കകത്തിട്ട് ചാവാത്തത് കൊണ്ട് റോമൻ സർക്കാർ അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് സ്തോത്രം ഇവൻ മരിക്കാത്തത്. ആ അന്വേഷണം ചെന്നെത്തിയത് തൻ്റെ സഹോദരന്മാരുടെ, അങ്ങനെയാണല്ലോ ഒരു അന്വേഷണം ഒരു ഗവൺമെൻറ് നടത്തുമ്പോൾ. അപ്പം അതിനെക്കുറിച്ചൊരു സൂചന ഞാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തരാം. 20-ാമത്തെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ സ്തോത്രം അവസാനത്തെ അധ്യായത്തിലേക്ക് പോരെ. അവസാനത്തെ അധ്യായത്തിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന 1-2 വാക്കുകൾ സ്തോത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ സ്തോത്രം ഒന്ന് ശ്രദ്ധിക്കാം. അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, 21-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? 21-20. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ട് അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവേ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് ചോദിച്ചത് ഇവൻ തന്നെ. അടുത്ത വാക്ക്. അവനെ പത്രോസ് കണ്ടിട്ട് കർത്താവേ, ഇവൻ എന്ത് ഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു. അടുത്തത്. യേശു അവനോട് ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിന് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു. ആകയാൽ ആ ശിഷ്യൻ മരിക്കയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. യേശുവോ അവൻ മരിക്കയില്ലെന്നല്ല, ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് എന്ത് എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഒരു ക്ലാരിഫിക്കേഷനാണ് അതിനകത്ത്. എന്താ പറഞ്ഞത് നോക്കി. ആ സംഭവത്തെ ഒത്തിരി വിശദീകരിക്കാൻ പറ്റിയല്ല, നന്നായിട്ട് നിന്ന് വിശദീകരിക്കേണ്ട കാര്യമാണ്. ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ പത്രോസ് പടകമെടുത്തുകൊണ്ട് വീണ്ടും യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷം ശിഷ്യന്മാരിൽ ചിലരെ വിളിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോയി. അതിനകത്ത് യോഹന്നാനും പെട്ടു. അന്ന് രാത്രി വെളുപ്പാങ്കാലത്ത് പ്രഭാതത്തിൽ ആ കടൽ തീരത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ഒരു അമ്മയെ പോലെ സ്തോത്രം അനുസരണം കെട്ട ഈ മക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ മഹാമനസ് നോക്കി സ്തോത്രം അങ്ങനെ കാത്തു നിൽക്കുക. അവർ കയറി വന്നു, വയറ് നിറച്ച് ആഹാരം കൊടുത്തു. രാത്രി മുഴുവൻ മരം കൊച്ചുന്ന തണുപ്പത്ത് വല വീശിയിട്ടൊന്നും കിട്ടാത്ത അവരെ കൈ കിട്ടിയ വഴി ശാസിക്കാതെ അവർക്ക് നിറച്ച ആഹാരം കൊടുത്തു.
ദൈവത്തിൻ്റെ സ്വഭാവം പിന്നെയും പഠിച്ചോളണം, നമ്മുടെ സ്വഭാവമല്ല. സ്തോത്രം. വന്ന വഴി പുളിവാരെടുത്ത് വേണമെങ്കിൽ കൊടുക്കാറുണ്ട് 2 എണ്ണം. അങ്ങനെയാ നമ്മൾ പല അപ്പന്മാരും പിള്ളേരോട് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് അപ്പാന്ന് വിളിക്കാൻ പോലും മടിയാണ്. അതിൻ്റെ അർത്ഥം തല്ലണ്ടെന്നല്ല. ഇതൊന്ന് കാണ്. കർത്താവിനെ വിട്ട് 3-4 പേരെ കൊണ്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് കർത്താവ് രാവിലെ ഒരു ചെറിയ കത്തിയും കൊണ്ട് കാത്തിരിക്കാന്നല്ല, വയറ് നിറച്ച് നല്ല അമ്മ കൊടുക്കാത്ത ചൂടനാഹാരം വിളിച്ചിരുത്തി മക്കളെന്ന് വിളിച്ച് അടുത്തിരുത്തി കൊടുത്തു. വയറ് നിറഞ്ഞ് ഏമ്പക്കം വിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ? അവിടെ മുതൽ അലക്കുകാരൻ തുണി അലക്കുന്നത് പോലെ പത്രോസിനെ അലക്കാൻ തുടങ്ങി. ഇങ്ങനെ പത്രോസിനെ കരയിപ്പിച്ചു. കരിമ്പം കളയുന്നത് പോലെ കർത്താവ് സ്തോത്രം അവനെ പിഴിഞ്ഞു. കരഞ്ഞ് കരഞ്ഞ് മാനസാന്തരപ്പെട്ട് ഒരർത്ഥത്തിൽ പറഞ്ഞ തളർന്ന് വീണു. അവസാനം പറയുന്നു, ഇനി എന്നോടൊന്നും ചോദിക്കരുത്, എല്ലാം നിനക്കറിയാലോ. അങ്ങനെ പറഞ്ഞ് നിൽക്കുക. എന്നിട്ട് യേശു തോളെ തട്ടിയിട്ട് പറഞ്ഞു, നീ വേറെങ്ങും പോകരുത്, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കണം. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സ്തോത്ര സ്വഭാവം അതാണ്. ശിക്ഷിക്കാനാണെങ്കിൽ എന്നെ നിന്നെ മൂക്കുകൊണ്ട് പറഞ്ഞ് പിഴുതിപ്പിച്ച് ഇവിടെ കൊണ്ടുവരായിരുന്നു. വീണ്ടും ഇന്നും തോളെ തട്ടിക്കൊണ്ട് പറയുന്നത്, നീ എന്നെ വിട്ടു പോകരുത്, നീ എൻ്റെ സാക്ഷിയാകണം, നീ എൻ്റെ കൂടെ കാണണം എന്ന് നിങ്ങളിൽ ആരോടെങ്കിലും ഇന്ന് രാത്രിയിലും ഈ ആൾക്കൂട്ടത്തിനിടയിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി കാത് കൊടുക്കാതെ പോകരുത്. അതാണ് യേശു, അതാണ് സ്നേഹം. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് യേശു ഒരു പ്രവചനം പ്രവചിച്ചു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെ അവസാനം നല്ല സ്തോത്രം മട്ടൻ ബിരിയാണി എല്ലാം കൊടുത്തിട്ട് അവസാനം ഫ്രൂട്ട് സലാഡ് കൊടുക്കത്തില്ലേ? സ്തോത്രം. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൊടുക്കുന്നത് പോലെ യേശു ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല എരിവുള്ള സംഭവം കൊടുത്തു. ആദ്യം കർത്താവ് നല്ല സ്റ്റാർട്ടർ കൊടുത്തു, പാലപ്പവും മട്ടൺ സ്റ്റൂവും. അതാണ് മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തത്. പിന്നെ നല്ല എരിവുള്ള ബിരിയാണി കൊടുത്തു, അതാണ് അടിച്ച് പതപ്പിച്ചത്. അത് കഴിഞ്ഞ് അവസാനം ഫ്രൂട്ട് സലാഡ് കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടം ഫ്രൂട്ട് സലാഡാണ്. പിള്ളേരാണെങ്കിൽ മറ്റേ തൊടിയല്ല. പിള്ളേരുടെ മനസ്സിൽ ഒരുപ്പം കേട്ടോളണം. അപ്പം ഇതിനകത്ത് നമുക്ക് പിടി കിട്ടും ആരാണ് ശിശുവിൻ്റെ മനസ്സുണ്ടെന്ന് കേട്ടോ. ഫ്രൂട്ട് സലാഡ് എന്താണെന്നറിയാമോ? പ്രവചനം. യേശു എന്താ പറഞ്ഞേ? യേശു അവിടെ പറഞ്ഞു, നീ ഇപ്പോൾ യൗവനക്കാരനാണ്, നീ വൃദ്ധനാകും. സ്തോത്രം അല്ലേ? 18-ാം വാക്യം. എൻ്റെ ആടുകളെ മേയ്ക്കും. നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ നിനക്ക് അരകെട്ടി ഇഷ്ടമെന്ന്, ഈ വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തും നിൻ്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഈ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്നവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കാൻ അവനോട് പറഞ്ഞു. കേട്ടെ? അപ്പം അത് ഫ്രൂട്ട് സലാഡാ. ഏതാ? ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, മോനെ പേടിക്കണ്ട, ഇപ്പം ഒന്നും ചാവിയല്ല, ഈ വയസ്സനാട്ടെ ചാവുള്ളൂ. പ്രവചനമല്ലേ അത്? ഉണ്ടോ? എന്നെ തുറച്ചു നോക്കുന്നു അല്ലേ? ഇപ്പം തലേ കയറിട്ട് പറയുകയാണ് 98 വയസ്സായിട്ട് ചാവോളൂ എന്ന് പറയുന്നത് പ്രവചനമല്ലേ? നിന്റെ കൈ ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുമ്പോഴും നിന്റെ അര, നിന്റെ തുണി നിനക്ക് കുത്താൻ കൈ വിറയ്ക്കുമ്പോൾ നിന്റെ അര മറ്റൊരുത്തം കെട്ടത്തക്ക രീതിയിൽ എന്നിട്ടേ നീ ചാവത്തുള്ളൂ. പ്രവചനമല്ലേ? സ്തോത്രം. അവയെല്ലാം കഴിഞ്ഞിട്ട് ഫ്രൂട്ട് സലാഡ് കൊടുത്തു. സ്തോത്രം. ഈ ഫ്രൂട്ട് സലാഡ് കൊടുത്തോണ്ടിരുന്നപ്പോൾ ഇത്രയും നേരം ബോട്ടിൻ്റെ ഏതിൻ്റെയൊക്കെ ഇടയിൽ ഒളിച്ചിരുന്ന യോഹന്നാൻ ഫ്രൂട്ട് സലാഡ് കൊടുക്കാൻ നേരത്തെ പതുക്കെ എഴുന്നേറ്റ് വന്നു. അങ്ങനെയല്ല അടുത്ത വാക്യം ഞാൻ പറയുന്നത് ശരിയാണോ നോക്കി. യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. അപ്പൊ അത്രയും നേരം ഈ പുള്ളി എവിടെ ആയിരുന്നു? പത്രോസിനെ മുളകരച്ച് തേക്കുന്ന കണ്ടപ്പോൾ ഈ പുള്ളിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി മാറി എവിടെ പോയിരിക്കുകയായിരുന്നു. പക്ഷെ പ്രവചനം തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു യോഹന്നാൻ മലയാളിയാണ്. കാരണം അത് തുടങ്ങിയപ്പോൾ പതുക്കെ അടുത്ത് വരാൻ തുടങ്ങി. പത്രോസ് പതുക്കെ ഈ ദൂത് കേട്ട് കണ്ണ് നിറഞ്ഞിരിക്കുമ്പോഴും കണ്ണ് പതുക്കെ വെട്ടിച്ച് നോക്കുമ്പോൾ യോഹന്നാൻ പുറകെ വരുന്നത് കണ്ടത് യേശു അല്ല, പത്രോസാണ്. ആ പുറകെ വരുന്ന കണ്ടപ്പോൾ പത്രോസ് ഈ കരച്ചിലിന്റെ ഈ ഏങ്ങലയുടെ ഇടയ്ക്ക് ചോദിക്കുകയാണ്. അത്താഴത്തിൽ അവനെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവെ നിന്നെ കാണിച്ചു കൊടുത്തവൻ ആരെന്ന് ചോദിച്ചു. ഇവൻ തന്നെ എന്ന് പറഞ്ഞു. പത്രോസ് കണ്ടിട്ട്, കർത്താവേ ഇവനെന്ത് ഭവിക്കുന്നും കൂടി പറയണം.
ഇത് വായിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി പത്രോസും മലയാളി തന്നെയാണ്. കാരണം എന്താ? അബദ്ധത്തിൽ ആരോടെങ്കിലും പ്രവചിച്ചു പോയാൽ അപ്പൊ പിന്നെ അവര് വീട്ടിലെ ആടിനെ നോക്കുന്നയാളെയും പാത്രം കഴുകുന്നയാളെ എല്ലാരെയും വിളിച്ചുകൊണ്ട് വരും. പാസ്റ്ററെ, ഇവളെയും കൂടി പ്രവചിക്കും. പ്രവചനം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വരുന്ന സാധനമാണോ? നിങ്ങൾ പറ. സ്തോത്രം. ഇത് ദൈവാത്മാവല്ലേ ചെയ്യണ്ടേ? നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മളെ പിടിച്ചു നിർത്താൻ ആരോടെങ്കിലും ഒരാളോട് ദൈവാത്മാവ് ഒരു ദൂത് പറഞ്ഞാൽ അതിനകത്തിരിക്കുന്ന മുഴുവൻ ആളോട് പറഞ്ഞിട്ടേ നിന്നെ വിടത്തുള്ളൂ എന്നുള്ള ശൈലി സഭയ്ക്ക് അപകടം ചെയ്യും. അതാ രാവിലെ പറഞ്ഞ അവരെന്തെങ്കിലും കയറി പറയും, അത് യഥാർത്ഥ മറുപടി ആയിരിക്കുകയല്ല. ഇതൊക്കെ കേൾക്കുന്ന നല്ലതാണ്, സൂക്ഷിച്ചോളണം. സ്തോത്രം. പത്രോസ് യോഹന്നാൻ പുറകെ വരുന്ന കണ്ടപ്പോൾ പറഞ്ഞു, കർത്താവേ, ഇവൻ എന്തു ഭവിക്കുമെന്ന് കൂടെ പറയണം. പെട്ടെന്ന് യേശു പറഞ്ഞു, ഓ, നിനക്ക് സഹോദരനെ കുറിച്ച് വിചാരം ഉണ്ടല്ലോടാ, അയ്യോ അവനെ കൂടി കൊണ്ടെന്നല്ലോ, അങ്ങനെയാണ് പറഞ്ഞേ. ആ വർത്താൻ ഡയലോഗ് കേൾക്കുമ്പോൾ അറിയാം, ടോൺ കേൾക്കുമ്പോൾ അറിയാം. നിങ്ങളുടെ അച്ചായൻ അങ്ങ് നാഗമ്പടത്ത് നിന്ന് ഫോൺ ചെയ്യുകയാണ്, നിങ്ങളിവിടെ കഞ്ഞിക്കുഴി നിൽക്കുകയാണ്, അദ്ദേഹം അവിടെ നിന്ന് തിരിച്ച് മറുപടി പറയുന്ന കേൾക്കുമ്പോൾ അറിയാം പുള്ളിയുടെ മൂടെന്നാന്ന്. ഇന്ന് വരുമ്പോൾ പുകിലായിരിക്കുമല്ലോ എന്ന് ആ ഫോണിൽ കേൾക്കുമ്പോൾ അറിയാം. എന്നതുപോലെ യേശുവിൻ്റെ മറുപടി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടാൻ പോവാണ് അടുത്തത്. കാരണം എന്താ? വലിയ സ്നേഹത്തോടെ പറഞ്ഞു, ഇവനെന്ത് ഭവിക്കുന്നു കൂടി പറ. ഉടനെ യേശു തിരിഞ്ഞിട്ട് ഷൗട്ട് ചെയ്ത് പറഞ്ഞു എന്ന് വേണം വിചാരിക്കാൻ. അല്ലാതെ സ്തോത്രം അല്ലേ, യേശു ശരിക്കും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തല്ല പറഞ്ഞത്. യേശു ശരിക്കും തിരിഞ്ഞിട്ട് എന്താ പറഞ്ഞു? യേശു അവനോട്, ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ നിനക്കല്ല, നിന്നോട് പറയുന്ന ആരും കേൾക്കും. അങ്ങനെയല്ലേ പറഞ്ഞേ? ഒന്നോടെ വേണമെങ്കിൽ വായിച്ചു നോക്കി. അങ്ങനെയല്ലേ പറഞ്ഞേ? സ്തോത്രം. അതേ ഒരു കാര്യം ചെയ്യടാ, എന്നാൽ യൂതയും കൂടി വിളിച്ചോണ്ട് വാടാ, അവനോടും കൂടി പ്രവചിക്കാന്നാണോ പറഞ്ഞേ? അല്ല. പിന്നെ എന്താ? ആ ട്യൂൺ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നി? ഓ, നിങ്ങൾക്കൊന്നും തോന്നാത്തവരായിരിക്കാം. സ്തോത്രം. എനിക്ക് തോന്നിപ്പോകുന്ന ഈ പ്രസംഗം ഉണ്ടാവുന്നത്. എനിക്ക് തോന്നി യേശു പറഞ്ഞു, നീ നിന്റെ കാര്യം നോക്ക്, അവനോട് പ്രവചിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം, അതിന് നിന്റെ റെക്കമെൻഡ് വേണ്ട, നിന്റെ ഒത്താശ വേണ്ട. അതല്ലേ യേശു പറഞ്ഞേ? യേശുവിനെ ചുമ്മാ ചൂടാക്കരുത്. സ്തോത്രം. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പത്രോസ് മലയാളിയാണെന്ന് ഞാൻ ഉറപ്പിക്കാനുണ്ടായ കാര്യം പറയാം. ഇത് കേട്ടത് പത്രോസ് അല്ലേ ഉള്ളൂ. ഈ പത്രോസ് എന്നിട്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞു, അയ്യോ, യോഗത്തിന് വരുവാണെങ്കിൽ ഇന്ന് വരണമായിരുന്നു, കാരണം ഇന്ന് യേശു ഞങ്ങളോട് പ്രവചിച്ചു. എന്നോട് പറഞ്ഞത് പോട്ടെ, യോഹന്നാനോട് എന്താ പറഞ്ഞതെന്നറിയാമോ? അവൻ പാണ്ടിലോറ് കയറിയാൽ പോലും ചാവില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് സഹോദരന്മാരുടെ ഇടയിൽ പറയണമെങ്കിൽ ആര് പറഞ്ഞു കാണും? ഓന് മലയാളിയല്ലേ? സ്തോത്രം. അപ്പൊ നോക്കിയേ, അപ്പൊ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ സഹോദരന്മാരുടെ ഇടയിൽ പരത്തിയേക്കാണ്. ഇവ മരിക്കുകയില്ല എന്നൊരു ശ്രുതി ഈ കാര്യം കൊണ്ട് പറഞ്ഞുണ്ടാക്കി സഹോദരന്മാരോട്. അങ്ങനെയല്ല യേശു പറഞ്ഞതെന്ന് തിരിച്ചെഴുതി യോഹന്നാൻ. ഈ എന്റെ പൊന്നു കൂടപ്പുറപ്പെ, അങ്ങനെയല്ല പറഞ്ഞത്, യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് യോഹന്നാൻ എവിടെ എഴുതി? പക്ഷെ പത്രോസ് ആഴിക്കാം ചെന്നു പറഞ്ഞത് ഇവ മരിക്കുകയില്ല. ഇങ്ങനെ മരിക്കയില്ലെന്നും പറഞ്ഞ് നാട് മുഴുവൻ ഇങ്ങനെ സഹോദരന്മാരുടെ ഇടയിൽ ശ്രുതി പരന്നിരിക്കുമ്പോഴാ എണ്ണയ്ക്കകത്തിട്ടിട്ട് ചാവാത്തത്. അപ്പോത്തോ സ്തോത്രം. എന്താണെങ്കിലും അന്ന് പത്രോസ് ആരുമാകട്ടെ, അവര് ചെന്ന് പ്രചരിപ്പിച്ചത് ഇന്ന് ഗുണമായി മാറി. ഞാനൊരു ദൂത് പറയാം അതിനകത്ത് ചേർത്ത് വെച്ച്. നീ മനസ്സറിയാത്ത കാര്യം നിന്നെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ സഹോദര വൃന്ദത്തിൻ്റെ ഇടയിൽ പറയുമ്പോൾ അന്നേരം പത്രസമ്മേളനം നടത്താൻ പോകണ്ട, അതവിടെ കിടക്കട്ടെ. നാളെ അത് നിനക്ക് അനുകൂലമാക്കി വരുത്തുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം ചെയ്തുകൊണ്ട് പറയാം, നീ അതിനെ തിരുത്താൻ പോകണ്ട. ഇതിന്റെയൊക്കെ സകല ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവത്തിനുണ്ട്. നിന്നെ കുറിച്ച് പറയാത്തത് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ, നീ അറിയാത്തത് വിശ്വാസം നിന്നെ കുറിച്ച് പ്രചരിപ്പിക്കുമ്പോൾ, നീ അത് തിരുത്താൻ പോകണ്ട, ആരെ കൊണ്ട് കൂട്ടി ചോദിപ്പിക്കാൻ പോകണ്ട. സ്വർഗത്തിലെ ദൈവത്തിന് വിട്ടുകൊടുത്താരേ. സ്തോത്രം. വ്യാഖ്യാതാവ് പറയുന്നു,
ഇവരുടെ ഇടയിൽ പോയി റോമൻ പട്ടാളം അല്ലെങ്കിൽ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചു. യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വയസ്സൻ സ്വോത്രം എണ്ണക്കകത്തിൽ ചാവുന്നില്ല. ആ അന്വേഷണത്തിന്റെ മറുപടി ഇവരുടെ നാട്ടിൽ നിന്ന് കിട്ടി. എൻ്റെ സാറേ, നിങ്ങൾ എന്തോ ചെയ്താലും എണ്ണക്കകത്തല്ല ടാറിനകത്തിട്ടാൽ പോലും അവൻ ചാവിയല്ല. കാരണം ഇവന്റെ ദൈവനോട് പറഞ്ഞിട്ടുണ്ട് ഇവൻ ചാവിയല്ലെന്ന്. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിനാണ് ചാവാത്ത ഇവനെ ഇവിടെ ഇട്ടുകൊണ്ടിരുന്നാൽ പറ്റിയല്ലോ. അതുകൊണ്ടാണ് അവനെ പത്മോസിലേക്ക് നാട് കടത്തിയത്. അങ്ങനെ പത്മോസിലേക്ക് നാട് കടത്തിയത് കൊണ്ടാണ് യേശു തേജോ രൂപിയായി അവിടെ ഇറങ്ങി വന്നത്. യേശു അവിടെ ഇറങ്ങി വന്നത് കൊണ്ടാണ് സ്വർഗം കൊണ്ട് കാണിക്കാൻ യോഹന്നാനെ വിളിച്ചത്. സ്വർഗം കൊണ്ട് കാണിച്ചത് കൊണ്ടാണ് വെളിപ്പാട് പുസ്തകം എന്നൊരു പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഇതിന്റെ പുറകിലെ രഹസ്യം നോക്കിയേ. ഹല്ലേലൂയ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചില്ലെങ്കിൽ വാളൂരി റോമൻ ചക്രവർത്തി യോഹന്നാന്റെ കഴുത്തിലേക്ക് ഒരു വെട്ടിയാൽ തിരിഞ്ഞു കറങ്ങി തലതെറിച്ചു പോകില്ലേ? അത് പോകാതിരിക്കത്തക്ക രീതിയിൽ വഴിമരുന്നിട്ട് വെച്ചതുപോലെ നിനക്ക് നാളുകളിൽ നന്മ വരേണ്ടതിന് സ്വർഗത്തിലെ ദൈവം ഇട്ടുവെച്ചിരിക്കുന്ന ചില നന്മകളുണ്ട്. ആ നന്മ ഒരുപക്ഷെ നിനക്കിന്ന് പിടികിട്ടുന്നുണ്ടാകില്ല. നിനക്കെതിരെ പറഞ്ഞു പിടിപ്പിച്ച കള്ളക്കഥകൾ പോലെ നിനക്ക് തോന്നും. അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഇന്ന് രാത്രി എന്ന സമയം വരികയാണ്. ദൈവകൃപയിൽ അടുത്തിരുന്നാൽ നിനക്ക് വിരോധമായി കയറി വന്ന പല വിഷയങ്ങളും സ്വർഗത്തിലെ ദൈവം നന്മയാക്കി മാറ്റാൻ സ്വർഗം വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രി ചർച്ചിനകത്തിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ദൈവാലോചനയായി പറയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പത്മോസിലേക്ക് തള്ളിക്കളഞ്ഞ ചുരുക്കുകയാണ്, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പശ്ചാത്തലങ്ങൾ മാത്രം പറഞ്ഞ് അവസാന ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന് പറയാനുള്ളത്, യോഹന്നാനെ കൊണ്ടുവന്ന് പത്മോസിൽ കൊണ്ട് വിട്ടു. സ്തോത്രം. കർത്തൃദിവസത്തിൽ ചുരുക്കി പറഞ്ഞാൽ അവൻ ആത്മാവിലായി. സ്തോത്രം. ആ സമയത്ത് കർത്താവിനെ കണ്ടു. കർത്താവ് അവനെ വിളിച്ചു. സ്തോത്രം. സ്വർഗത്തിലേക്ക്. ആ പോക്ക് നേരെ ചെല്ലുന്ന 4-ാം അധ്യായത്തിൽ കാണുന്നു. സ്തോത്രം. സ്വർഗത്തിൽ ചെല്ലുകയാണ്. സ്വർഗത്തിൽ കയറി ചെല്ലുന്ന സമയത്ത് സ്വർഗത്തിൽ ഭയങ്കര ആരാധന നടക്കുന്നു. സ്വർഗത്തിലെ പോർട്ടിക്കോയിലേക്ക് കയറിയപ്പോൾ അകത്ത് വൈണിയന്മാരും ദൂതന്മാരും എല്ലാം 4-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിന്റെ പശ്ചാത്തലം അതാണ്. സ്തോത്രം. എല്ലാവരും ചേർന്ന് ഭയങ്കര സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ആരാധിക്കുന്നു. ഗംഭീരമായിരിക്കുന്ന ആരാധനയുടെ മധ്യത്തിൽ കർത്താവിന്റെ ക്ഷണം സ്വീകരിച്ച് കയറി ചെന്ന യോഹന്നാൻ ആരാധനാ സദസ്സിന്റെ പുറകിൽ പോയി ആരാധനയിൽ ചേർന്ന് നിന്നു. അങ്ങനെ ആരാധനയെ ചേർന്ന് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വർഷിപ്പ് ലീഡർ ആരാധന പിടിച്ചു നിർത്തിയിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തി. അനൗൺസ്മെന്റ് ഇതാണ്: ആ സിംഹാസനത്തിലിരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം മേടിച്ച് അതിൻ്റെ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കയറി വരണം. സ്തോത്രം. ഇതുപോലത്തെ ശാന്തത അവിടെ മുദ്ര പൊട്ടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരാൻ പറഞ്ഞപ്പോൾ ആരുമില്ല. ആരുമില്ലായികയാൽ, അങ്ങനെയല്ലേ 5-ാം വാക്യം നമ്മുടെ കുറിവാക്യത്തിലേക്ക് എത്തി നിർത്താം. എങ്ങനെ എഴുതിയിരിക്കുന്നത്? അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായികയാൽ. ഞാൻ അവിടെ പറഞ്ഞൊരു ദൂത് പറഞ്ഞ് നിർത്താം, കേട്ടോളണം. ആരെയും കാണായികയാൽ. എന്തിന്? ഈ മുദ്ര പൊട്ടിക്കാൻ ആരെയും കാണായികയാൽ. സ്വർഗത്തിൽ കൂട്ടക്കരച്ചിലുണ്ടായി എന്നാണോ? ആണോ? ഇല്ല. എല്ലാവരും അവിടെയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ, മുദ്ര പൊട്ടിക്കാൻ ആരെയും കാണാതെ വന്നപ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? 24 മൂപ്പന്മാരുണ്ട്, വൈണികന്മാരുണ്ട്, സറാഫുകളുണ്ട്, സെയ്ത്തോലന്മാരുണ്ട്. സ്തോത്രം. ഇവരെല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു മഹാസദസ്സാണ്. 8 തരം സ്വർഗീയ ജീവികളെ കുറിച്ച് വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ മഹാസദസ്സാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മഹാസമ്മേളനമാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇവരെല്ലാരും കേൾക്കുകയാണ്. വിളിച്ചു പറഞ്ഞത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മുദ്ര പൊട്ടിക്കാൻ കയറി വരാൻ. ഇവരെല്ലാരും കേട്ടിട്ട് ആർക്കും കരച്ചിലില്ല, അവരാരും കരഞ്ഞില്ല. പക്ഷെ ഇപ്പോ വന്ന യോഹന്നാൻ ഏറ്റവും കരയുക. എൻ്റെ ഭാവനയിൽ തേങ്ങി തേങ്ങി ഏങ്ങലടിച്ച് മുഖം പൊത്തി കരയുക. 24 മൂപ്പന്മാർ കരയുന്നില്ല. അവർക്ക് മുദ്ര പൊട്ടിയാൽ എന്നാ, പൊട്ടിയില്ലെങ്കിൽ എന്നാ. വൈണികന്മാരോ ദൂതന്മാരോ, സ്തോത്രം, അവിടെ നിൽക്കുന്ന സദസ്സിലെ സ്തോത്രം തഴക്കവും പഴക്കവും ചെന്ന ആർക്കും കരച്ചിലില്ല. അവരാരും ആ അനൗൺസ്മെന്റിനെ ശ്രദ്ധിച്ചു പോലുമില്ല. ഇപ്പോ കയറി ചെന്ന യോഹന്നാൻ അലറിക്കരയുന്നു.
മുദ്ര പൊട്ടിക്കാൻ ആരെയും കാണായികയാൽ. കരയുന്ന യോഹന്നാന്റെ അടുക്കൽ ചെന്ന് ഞാൻ ചോദിച്ചു, ഇവർക്കാർക്കും ഒരു കരച്ചിലുമില്ല, നിനക്കെന്നാ എത്ര ഛേദം? നീ എന്തിനാ കരയുന്നേ? യോഹന്നാൻ കരച്ചിലിനിടയിൽ പറഞ്ഞ മറുപടി പറഞ്ഞ് നിർത്താം. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നവനല്ല, ഇവിടെ സൃഷ്ടിക്കപ്പെട്ടവനുമല്ല. സ്തോത്രം. തള്ളപ്പെട്ടവനായി പത്മോസിൽ കിടന്നവനാണ്. അവിടെ കിടന്നപ്പോൾ എനിക്കൊരവസരം കിട്ടി, ഇവിടെ ടിക്കറ്റ് എടുത്ത് വന്നവനല്ല. എൻ്റെ യേശു എന്നെ വന്ന് വിളിച്ചതാണ്. സ്തോത്രം. യേശു എന്തും പറഞ്ഞാ വിളിച്ചേ? വൈകിട്ടെൻ്റെ പരിപാടി ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ വാ, ഒരു യോഗത്തിന് പോവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചേ? അല്ല. പിന്നെന്താ പറഞ്ഞ വിളിച്ചേ? സ്തോത്രം. സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിന്നെ കാണിച്ചു തരാം. അതിനർത്ഥം നിങ്ങളോട് പറയാം, വിളിക്കകത്തൊരു പർപ്പസ് ഉണ്ടായിരുന്നു. ചുമ്മാ ഇരുന്നപ്പോൾ ബോറടി മാറ്റാൻ വേണ്ടി വാ കഞ്ഞിക്കുടി വരെ പോകാമെന്നും പറഞ്ഞ് വിളിച്ചതല്ല. എൻ്റെ യേശു എന്നെ വിളിച്ചതിനകത്ത് എന്നെക്കുറിച്ചൊരു നിർണയമുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിളിക്കകത്ത് ഒരു പർപ്പസ് മറഞ്ഞു കിടക്കുന്നുണ്ട്, ഒരു ദൂത് മറഞ്ഞു കിടക്കുന്നുണ്ട്. ആരാധനയുള്ള സ്ഥലത്താണ് വന്നത്, ദൈവദൂതന്മാരുള്ള സ്ഥലത്താണ് വന്നത്, ശുശ്രൂഷയുള്ള സ്ഥലത്താണ് വന്നത്, ദൈവത്തിൻ്റെ ആലോചനയുള്ള സ്ഥലത്താണ് വന്നത്, ദൈവത്തിൻ്റെ ദൂതന്മാരും ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്താണ് വന്നത്. തെറ്റിയിട്ടില്ല, നീ വന്നത് റൈറ്റ് പ്ലേസിലാണ്. പക്ഷെ ദൈവം നിന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ നിറവേറണമെന്നുണ്ടെങ്കിൽ ചില മുദ്രകളെ പൊട്ടിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആരാധന കാണാൻ വന്നവനല്ല നീ, അതിനപ്പുറം ചില അത്ഭുതങ്ങളുണ്ട്. അത് കാണണമെങ്കിൽ ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചോളണം. ഇത് പൊട്ടിക്കാൻ മീഖായേലിന് പറ്റില്ല, ഗബ്രിയേലിന് പറ്റില്ല. നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ കുടുംബത്തിൽ നീ പ്രാർത്ഥിക്കുന്നവളാണ്, ആരാധിക്കുന്നവളാണ്. പക്ഷെ നിന്റെ ജീവിതത്തിൽ ചില നന്മകൾ കാണാനുണ്ട്, ആരും കണ്ടിട്ടില്ലാത്തത്. നിന്റെ ചേട്ടനോ ചേച്ചിയോ കസിൻ ബ്രദറോ നിന്റെ വീട്ടുകാരോ രക്തബന്ധുക്കളോ കണ്ടിട്ടില്ലാത്തത് സ്വർഗത്തിലെ ദൈവം നിന്നെയും നിന്റെ തലമുറയെയും കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കാണണമെന്നുണ്ടെങ്കിൽ യേശു ചില മുദ്രകളെ ഇന്ന് രാത്രി 18ാമത്തെ രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, അത് പൊട്ടിച്ചു കളയണം. സ്വർഗം ചില മുദ്രകളെ പൊട്ടിക്കുമ്പോൾ നിന്നോട് പറഞ്ഞ കാര്യം, യേശു നിന്നെ വിളിച്ച കാര്യം, നിന്റെ തലമുറയോട് പറഞ്ഞ കാര്യം, അത് വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഞാനൊരു അറമ്പറ്റ വാക്ക് പറഞ്ഞിട്ട് പോയി നിങ്ങൾ വിചാരിക്കരുത്. അതല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും വന്ന് ആരാധന കൂടിയിട്ട് പോവാം. പക്ഷെ അത്ഭുതങ്ങൾ കാണണോ, വാഗ്ദത്തങ്ങൾ നിറവേറുന്ന കാണണോ, ദൈവപ്രവൃത്തി കാണണോ, യേശു പറഞ്ഞ കാര്യം കാണണോ, ചില മുദ്രകളെ സ്വർഗം പൊട്ടിക്കണം. ഇന്ന് രാത്രി ദൈവം അത് ചെയ്യും, ഞാൻ വിശ്വസിക്കുന്നു. യോഗം ഇന്ന് രാത്രിയിലെ യോഗമേ തീരുന്നുള്ളൂ. നാളെ 19, 20, 21 ദിവസങ്ങളിൽ എന്നേക്കാൾ ശക്തന്മാരായ ദൈവദാസന്മാർ പരിശുദ്ധാത്മാവിലെ ദൂതുമായി വരും. നിങ്ങളുടെ മനസ്സിന് തിരിക്കണം. ഇന്ന് രാത്രി ദൈവമായ കർത്താവ് ഈ ദൂത് തന്നിട്ട് പോകുകയാ. നാളെ നിങ്ങൾ പ്രാർത്ഥിച്ചു വരണം. പരിശുദ്ധാത്മാവ് ചില മുദ്രകളെ പൊട്ടിച്ചു തരും. 21-ാം തീയതി ഞായറാഴ്ച തീരുന്നതിനേക്കാൾ മുമ്പ് പരിശുദ്ധ ദൈവം, നീ വന്ന കാര്യം നടക്കും. നിന്നെ സഭയിൽ കൊണ്ടുവന്ന ദൈവം, ആരാധിക്കുന്നവരുടെ നടുവിൽ കൊണ്ടുവന്ന ദൈവം, വിശുദ്ധന്മാരുടെ ഇടയിൽ കൊണ്ടുവന്ന ദൈവം, സ്വർഗീയ സാന്നിധ്യത്തിൽ എത്തിച്ച ദൈവം, നിന്നെ കാണിക്കാമെന്ന് പറഞ്ഞ പലതും ദൈവം വെളിപ്പെടുത്തും. സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്വത്രഹല്ലെ ഒരുമിച്ച് ശക്തിയോടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻസ്പിറേഷൻ അനുസരിച്ച് കരമടിച്ചോ കരമുയർത്തിയോ ആത്മശക്തിയോടെ ദൈവസന്നിധിയിൽ ഒരു 10-35 സെക്കൻഡ് എങ്കിലും ദൈവസന്നിധിയിൽ വിശ്വസിച്ചുകൊണ്ട് പറ, കർത്താവ് ചിലത് ചെയ്യാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന ദൂത് കേട്ടിട്ട് നിങ്ങൾ എന്താ പറയുന്നു? നീ തീരാൻ പോകുക എന്നല്ല, നീ അടയാൻ പോകുക എന്നല്ല, നീ ഇല്ലാതാകാൻ പോകുക എന്നല്ല. സ്വർഗം ചില മുദ്രകൾ പൊട്ടിക്കാൻ പോകുകയാ. ആർക്കും പൊട്ടിക്കാൻ കഴിയാത്തത് ആര് വെച്ചതാണെങ്കിലും ആ മുദ്ര പൊട്ടാൻ പോകുകയാ. അത് പൊട്ടിയാൽ നിന്റെ തലമുറയ്ക്കൊരു വഴിയായി, നിന്റെ കുടുംബത്തിനൊരു വഴിയായി, നിന്റെ ശുശ്രൂഷയ്ക്കൊരു വഴിയായി സ്വർഗം അത് ചെയ്യുന്ന ദിവസങ്ങൾ ഈ ദിവസങ്ങളിലുണ്ട്. സഭയ്ക്ക് സ്വർഗത്തിലെ നന്മയുടെ കാലം വരികയാണ്. അവൻ സഭയ്ക്ക് ആരാധനയ്ക്കപ്പുറം ചില വിടുതലുകൾ, ചില ഉയർച്ചകൾ, ചില അത്ഭുതങ്ങൾ യേശു പറഞ്ഞത് എന്താണോ അത് കാണാൻ പോകുകയാണ്. പരിശുദ്ധ ദൈവമേ, ഈ കരമടിച്ച് ആരാധിക്കുന്ന
സ്വത്രം പറഞ്ഞ് സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൂതേറ്റെടുക്കുന്ന ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം കൂടെ ഇരിക്കണം. ഞാനിവരെ അനുഗ്രഹിച്ചിട്ട് പോകുന്നു. സഭയോട് പറഞ്ഞത് അതുപോലെ സംഭവിക്കട്ടെ. ഇവിടെ വന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചില മുദ്രകളെ പൊട്ടിച്ചു കളഞ്ഞ് അത്ഭുതം നടക്കണമേ. കർത്താവ് എന്തവരോട് കൽപ്പിച്ചോ അത് അതുപോലെ സംഭവിക്കട്ടെ. തലമുറയിൽ സംഭവിച്ച് കാണാനിടയാകട്ടെ. മുദ്ര പൊട്ടിച്ച് വിടുതലയക്കണം. ദൈവം അത് ചെയ്യും. യേശുവിനത് കഴിയും. ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ.